സമാജം നമ്മുടെ ഈ സെമിനാറിൻ്റെ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന നമ്മുടെ എല്ലാ കാലത്തെയും അഭിമാന ചിഹ്നമായ പ്രിയമുള്ള സാഹിബുകളെ, പ്രിയമായ മുനീർ സാഹിബുകളെ, നമ്മുടെ പ്രധാനപ്പെട്ട അതിഥികൾ എന്ന് പറഞ്ഞാൽ വളരെ വളരെ പ്രധാനപ്പെട്ട അതിഥികളാണ്. മോസ്റ്റ് റെസ്പെക്റ്റഡ് ജാഹദ് ഹബീബുല്ലാ സാഹിബ് was the former chairman of the National Minority Commission. He had a glorious record. Marvelous work he did for the rights of the minorities. And he is nationally famous person like that. He has served the downtrodden section of the society, marginal section of the society, and his contributions are really tremendous. And the guest, Sri Ravi Kumar MP, is a strong fighter for the cause of the SC/ST and marginalized section of the society. Similarly, we all know Venkatesh Ramakrishnan need not be introduced. He is bold. He is free and fearless journalist. We are all having a very good opinion about him. His contribution, the freedom of press, is highly commendable. മറ്റ് പ്രമുഖരായ പലരുടെയും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകൾ തന്നെ വളരെ വളരെ പ്രസിദ്ധരായിട്ടുള്ള ആൾക്കാർ. അപ്പോൾ നമുക്ക് ഈ സെമിനാറിൽ എന്നെ ഏൽപ്പിച്ച കാര്യം 2 സബ്ജക്റ്റാണെങ്കിൽ, ആദ്യമായി വഖഫുമായി ബന്ധപ്പെട്ട വഖഫ് ഭേദഗതി നിയമം, ആ നിയമത്തിൻ്റെ കോൺസിക്വൻസസ് എന്താണ്, നിയമത്തെ നമ്മൾ എന്തുകൊണ്ട് എതിർക്കുന്നു എന്നിത്യാദി കാര്യങ്ങൾ ആദ്യമായി ബ്രീഫായിട്ട്. പിന്നെ എൻ്റെ ആ കാര്യങ്ങൾ സബ്സ്റ്റാൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി നിയമത്തിൽ പറഞ്ഞിട്ടുള്ള സംഗതികൾ എന്താണെന്ന് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. പിന്നെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടായേക്കാവുന്ന നിയമത്തെ പാർലമെൻ്ററി ഡെമോക്രസിയുടെ ശൈലിയിൽ നിന്നുകൊണ്ട് എങ്ങനെ എതിർക്കാം, അതിൽ നിന്ന് ഈ രാജ്യത്തെ എങ്ങനെ രക്ഷപ്പെടുത്തിയെടുക്കാം എന്നിത്യാദി കാര്യങ്ങളും കൺക്ലൂഷനിൽ പറഞ്ഞുകൊണ്ട് ഇത് അവതരിപ്പിക്കണമെന്നാണ് ഞാൻ വിചാരിച്ചത്. കമ്മിങ് ടു ഫസ്റ്റ് പാർട്ട് ഓഫ് ഇറ്റ്, ഈ ബില്ലിൻ്റെ ഒരു വരവ് തന്നെ നിഗൂഢകൾ നടന്നത്. ഒരു ബുക്കിട്ട് ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് എന്ന് പറയുമ്പോൾ ബിൽ അറ്റ് മിഡ് നൈറ്റ് എന്ന സ്വഭാവത്തിലാണ് ഈ ബില്ല് വരുന്നത്. സാധാരണ ഞങ്ങൾ പാർലമെൻറ്റിൽ പോകുന്ന സമയത്ത് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് അജണ്ട ഒന്ന് നോക്കും. അതിന് വൈകുന്നേരമുള്ള അജണ്ട ഉണ്ടാവും, റിവൈസ് അജണ്ടൊക്കെ ഉണ്ടാവും. സാധാരണ കിടക്കാൻ പോകുന്ന തന്നെ 10-11 മണിയാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ രാവിലെ നമ്മൾക്ക് നേരത്തെ എണീക്കുന്ന ആളുകളായതുകൊണ്ട് റിവൈസ്ഡ് ലിസ്റ്റിലോ ഒന്ന് നോക്കും. യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ വളരെ പ്രധാനമായ നിയമം രാത്രി കിടക്കാൻ നേരത്ത് റിവൈസ്ഡ് ലിസ്റ്റ് വരെ കൊണ്ടോ നോക്കിയില്ല. രാത്രി 1:45 സമയമായി കാണും, മെസ്സേജ് വന്നു, ബില്ല് പോർട്ടലിലുണ്ട്. MP-മാരുടെ പോർട്ടലിൽ ബില്ല് ഇട്ടു. ഈ പാതൊക്കെ 1:45 ആരാണ് ഈ ബില്ല് വരുമെന്ന് വിചാരിച്ച് കാത്തിരിക്കുക. പക്ഷേ വിവരം കിട്ടിയവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് വിളിച്ചു. ഞാൻ സമാധാനം വിളിച്ചു, ഞങ്ങളും കൂടി സംസാരിച്ചു. നേരം വരാൻ നേരത്തെ വന്നാൽ ഇത് കുറച്ചുകൂടി നോക്കി പ്രിപ്പയർ ചെയ്ത് പോകാമായി. പക്ഷെ അവർ ഇത്രയും പ്രധാനപ്പെട്ട ഒരു ബില്ല്, സാധാരണ നമുക്കറിയാം ഒരു നിയമനിർമ്മാണ പ്രക്രിയ എന്ന് പറയുന്നത് വലിയ വലിയ വെറ്റുക്കുലസായി ചെയ്യേണ്ട.
കാരണം നിയമം ജനിച്ചു കഴിഞ്ഞാൽ ആ നിയമത്തിൻ്റെ അനന്തരഫലങ്ങൾ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ പ്രോസസ്സ്. ക്യാബിനറ്റ് കയറിയും സർക്കുലേറ്റ് ചെയ്യും, പാർലമെൻറ്റ് അവതരിപ്പിക്കും, ക്ലോസ് ബൈ ക്ലോസ് ആയിട്ട് അവതരിപ്പിക്കും, പിന്നെ ഒന്നാം വായന, രണ്ടാം വായന, മൂന്നാം വായന, ഇതെല്ലാം കഴിഞ്ഞിട്ട് അത് നിങ്ങൾ വിചാരിച്ചില്ല വലിയ ബില്ലായിക്കൊള്ളുന്നില്ല. ഒരു ആൻഡ് എന്നുള്ള വാക്ക് കൂടി ചേർക്കാനോ, ചെറിയൊരു സെൻറ്റൻസ് ചേർക്കാനോ, ചെറിയൊരു പദം മാറ്റാനോ അത്രയ്ക്ക് സൂക്ഷ്മമായി ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് നിയമപ്രാക്ടിക്കുക എന്നുള്ളത്. കാരണം നിയമം വായിക്കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ട് മറിച്ച് വ്യാഖ്യാനം വരാൻ ആംബിക്വിറ്റി ഉണ്ടാവരുത്. ആ സ്വഭാവത്തിലെല്ലാം ചെയ്യേണ്ട ഒരു നിയമനിർമ്മാണത്തെ ഇത്രയും ധൃതി പിടിച്ച് നിഗൂഢമായി അവതരിപ്പിക്കുകയാണ് ചെയ്തത്. ഈ നിയമത്തിൻ്റെ പ്രത്യാഘാതത്തെ പറ്റി ഞാൻ വിചാരിക്കുന്നു കോട്ട് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ആൾ നമ്മുടെ എല്ലാം പരിചയക്കാരനായി കോഴിക്കോട്ടുകാരുടെ ഏറ്റവും വലിയ സുഹൃത്തായി മുൻ എം പിയും മൈനോറിറ്റി വിഭാഗത്തിൻ്റെ മന്ത്രിയുമായിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട മിനിസ്റ്റർ അദ്ദേഹമാണ് റഹ്മാൻ സാഹിബ്. നല്ല മനുഷ്യനാണ്. ഞാൻ ഈ രാഷ്ട്രീയ നേതാക്കന്മാരുടെ കൂട്ടത്തിൽ മൈനോറിറ്റീസിൻ്റെ റൈറ്റിന് വേണ്ടി ഫൈറ്റ് ചെയ്ത ഏറ്റവും നല്ല മിനിസ്റ്ററായിരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ കീഴിൽ വർക്ക് ചെയ്തു. മാത്രമല്ല അദ്ദേഹം JPC ചെയർമാനായി 2013 JPCയുടെ ചെയർമാനായി നിന്നുകൊണ്ട് അദ്ദേഹം കൊണ്ടുവന്ന ഭേദഗതി, ആ ഭേദഗതിയുടെ ചർച്ച പാർലമെന്റിൽ വന്ന സമയത്ത് ആ ചർച്ച പങ്കെടുത്താണ് 15 ലോക്സഭയിൽ. അദ്ദേഹം ഈ ബില്ലിൻ്റെ സാരാംശത്തെ സംബന്ധിച്ച് ഞങ്ങളെല്ലാ എംപിമാർക്കും കത്ത് തന്നു. ആ കത്തിൽ ഒരു പാരഗ്രാഫ് ഞാനിവിടെ വായിക്കാം. In my long tenure of 25 years in Parliament, during which had the privilege to serve as the Deputy Chairman of Rajya Sabha. Rajya Sabha Deputy Chairman. For 8 years, I have witnessed introduction of numerous legislative measures aimed at improving governance, advancing social justice, and fostering economic progress. However, I must express my deep concern and disappointment regarding the Work Amendment Bill 2024. Never before I have encountered legislation that so blatantly reflects the prejudice and ill will. The Work Bill, as represented, appeared to be deviation from the spirit of fairness and constitutional values that guide our lawmaking process. It seeks to amend existing provisions of the governing work properties institution and are historically, culturally significant for the Muslim community. അത് വളരെ വേദനിപ്പിച്ചെന്ന് മാത്രമല്ല, റഹ്മാൻ സാഹിബിൻ്റെ ദുഃഖം ഇന്ത്യയുടെ ദുഃഖമാണ്. അദ്ദേഹത്തിൻ്റെ നിഗമനങ്ങൾ നമ്മളെല്ലാവരും ഖേദപൂർവ്വം പറഞ്ഞിരുന്ന സംഗതികളാണ്. ഇനി നമുക്ക് നോക്കാം, ഈ ബില്ല് നടപ്പിലായ കടമ്പകൾ ജീവിതത്തിൽ കിടക്കാറുണ്ട്. നടപ്പിലായാൽ എന്ത് സംഭവിക്കും? ഇവിടെ അഷറഫ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ ബില്ലിൻ്റെ വമ്പിച്ച തോതിലുള്ള പ്രത്യാഘാതങ്ങൾ മറച്ചു വെക്കാൻ വേണ്ടി BJP കള്ളക്കഥകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി ഒരു പ്രത്യേകമായിട്ട് അവ്യക്തമായ നമ്പറുകളിൽ ധാരാളം മെസ്സേജുകൾ അയച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഞാൻ കൃത്യമായി ആ നിയമത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ ദീർഘിച്ച് പറയുന്ന സമയമില്ല, എല്ലാവർക്കും വലിയ തോതിലുള്ള വിശദീകരണം ആവശ്യമാണ്. ഇത് വന്നാലുണ്ടാകുന്ന ഏറ്റവും വലിയ സംഗതി എന്ന് പറയുന്നത്, ഈ ബില്ല് നടപ്പിലായാൽ വഖഫിൻ്റെ അധികാരങ്ങൾ, അവകാശങ്ങൾ, അഡ്മിനിസ്ട്രേഷൻ എല്ലാ കാര്യവും സർക്കാരിൻ്റെ ഉള്ളകയിലും. ഇവിടെ വഖഫ് ബോർഡുകളുണ്ട് സ്റ്റേറ്റിൽ,
സെൻട്രൽ വഖഫ് കൗൺസിൽ നിർദ്ദേശിച്ചത്. ഇതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ ഇതിലെ ഏക അജണ്ട എന്ന് പറയുന്നത് എല്ലാം പിടിച്ച് കൈവെക്കുക. പരമ്പരാഗതമായി നമ്മുടെ പൂർവികന്മാർ തങ്ങളുടെ പരലോകമോചനത്തിന് വേണ്ടിയും രാജ്യത്തെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടിയും ഒക്കെ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന വിധത്തിൽ വഖഫുകൾ, ഔക്കാഫുകളുടെ നിയ്യത്ത്, ഔക്കാഫിൻ്റെ നിയ്യത്തിന് പിച്ച് ചിന്തുകയാണ് തിരിച്ചത്. ഒരാളുടെ ജീവിതം മുഴുവനും വന്നു കഴിഞ്ഞ വയസ്സുകാലത്ത് എനിക്ക് ഇത്രയെങ്കിലും എൻ്റെ ഉള്ള സ്വത്ത് ഇത്രയെങ്കിലും അല്ലെങ്കിൽ കുറച്ച് കൂടുതലും ഒക്കെ കൊടുക്കണം നീയത്താക്കി ചെയ്തു പോയ വഖഫ് സ്വത്ത്. ആദ്യമായിട്ട് അപ്രോച്ച് എന്താ പറയുന്നത്? നിങ്ങൾക്ക് ഔക്കാഫ് ഒരു നീയത്തോടു കൂടി ഇത് ചെയ്തു വെച്ച് പോയാൽ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്താണ്? ഈ ലോകത്തെ ജീവിതം അല്ലെങ്കിൽ പരലോകത്തെ ജീവിതം അതിലേക്ക് കൂടി മുതൽക്കൂട്ടാക്കാൻ വേണ്ടി കൊടുത്ത സാധനം. ഈ നിയമം പറയുന്നത് എന്താ വെച്ചാൽ അയാളുടെ മരണശേഷം അയാളുടെ കുടുംബത്തിലെ ഒരു പെൺസന്തതി അവർ പറയാണ് എനിക്കെൻ്റെ വാപ്പൻ്റെ സ്വത്തിൻ്റെ ഷെയർ കിട്ടണം, ഞാനിത് അംഗീകരിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് റീഓപ്പൺ ചെയ്യാണ് ഈ നിയമം ചെയ്യുന്നത്. ഔക്കാഫിൻ്റെ നെയ്യത്ത് പൊടിക്കുന്ന ആദ്യത്തെ ഒരു സംരംഭമാണ്. അതുപോലെ ഇത് കാണാൻ കഴിയുന്ന മറ്റു ചില കാര്യങ്ങൾ ഞാൻ ദീർഘമായി പറയുന്നില്ല. ഒരുപാട് സ്ഥാപനങ്ങൾ മുസ്ലിം സമുദായത്തിൻ്റെ, പ്രധാനമായിട്ടും ഈ മുസ്ലിം സമുദായം തന്നെയാണ്. അതിൻ്റെ വിവിധ തരത്തിലുള്ള സാഹചര്യത്തിൽ ഈ വിധത്തിലെല്ലാമുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാകും. കേസിൽ രക്ഷപ്പെടാനേ ഒക്കില്ല. ഇതിലെ മറ്റൊരു പ്രധാനമായ സംഗതി, ഇതിപ്പോൾ വഖഫ് എങ്ങനെയാണ്? നമ്മളിപ്പോൾ വഖഫിൻ്റെ ഒരു സംഗതി എന്ന് പറയുന്നത് ഒരാൾക്ക് വഖഫ് ചെയ്യാം, ഒരു കണ്ടീഷനൊന്നുമില്ല, ആർക്ക് വഖഫ് ചെയ്യാം. എ പേഴ്സൺ അതിൻ്റെ ക്ലോസ് ചെയ്യുന്നതെന്ന് പറയുന്നത് ക്ലോസ് 3 സബ് ക്ലോസ് 9. ഇത് പ്രകാരം ആർക്കും എന്ത് ചെയ്യാം? വഖഫ് ചെയ്യാം. എന്നാൽ അമെൻമെൻറ്റ് ആക്ടിൽ പറയുന്നത് വെച്ചാൽ ആദ്യത്തെ നിയമത്തിൽ പറയുന്നത് എനി പേഴ്സൺ ആയിരുന്നെങ്കിൽ പുതിയ നിയമത്തിൽ പറയുന്നത് എനി പേഴ്സൺ പ്രാക്ടീസിങ് ഇസ്ലാം ഫോർ അറ്റ്ലീസ്റ്റ് 5 years. അതുകൊണ്ട് ആർക്കും വഖഫ് ചെയ്യാമായിരുന്നെങ്കിൽ നിയമത്തിൽ പറയുന്നത് 5 കൊല്ലം മുസ്ലിമായി പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ആൾക്ക്, മുസ്ലിമായി പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ആൾക്ക് എന്ന് മാറ്റുകയാണ്. അതിൻ്റെ അർത്ഥം ആർക്കും വഖഫ് ചെയ്യാനുള്ള അധികാരം, ഒരു ചെറുപ്പക്കാരനാവട്ടെ, വേറൊരാളാവട്ടെ, മറ്റൊരു മതക്കാരനാവട്ടെ, ആർക്കും വഖഫ് ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരുന്നതിന് 5 കൊല്ലം മതപരമായിട്ട് പ്രാക്ടീസിങ് ഇസ്ലാം അങ്ങനെ ചെയ്തവരെ വഖഫ് ചെയ്യാൻ അവകാശം. എന്താ കാര്യം? ഈ ഒരു ക്ലോസ് വെച്ചാൽ ആരാണ് തീരുമാനിക്കാൻ പോകുന്നത്? വെദർ ഹി ഹാസ് പ്രാക്ടീസ് ആസ് മുസ്ലിം ഓർ ഇസ്ലാം ഫോർ ലാസ്റ്റ് 5 years അല്ലെ ഏതെങ്കിലും സമയത്ത്, അതിൻ്റെ പുറത്ത് ആ വഖഫ് ഇല്ലീഗലാണെന്ന് വരുത്താനോ ആർക്കും തീരുമാനിക്കാൻ അവകാശമാണല്ലോ. ആ സ്വഭാവത്തിൽ ഇത് വേഗാക്കിയിട്ടുന്നത് എന്തിനാണ്? വിമർശനത്തിൻ്റെ, പ്രതിസന്ധി സൃഷ്ടിക്കലിൻ്റെ ഒരു വലിയ ഫ്രണ്ട് ഗേറ്റ് തന്നെ നോക്കാൻ വേണ്ടിയിട്ടാണ്. മറ്റൊന്ന്, ഏറ്റവും വലിയ അപകടം പിടിച്ച മറ്റൊരു സംഗതി, വഖഫ് എന്നാൽ എന്താണ്, വഖഫ് എന്നാൽ ഏത് വിധമാണ് എന്ന് നിർവചിച്ച ക്ലോസിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ വഖഫ് ഇപ്പോൾ കിഴക്ക കാലത്ത് ഇപ്പോൾ ഇതൊക്കെ ബോർഡൊക്കെ വന്നതിന് ശേഷം വഖഫ് ചെയ്യുന്ന സമയത്ത് ഡീഡ് ഉണ്ടാവും, ഡീഡ് എക്സിക്യൂട്ട് ചെയ്യും വഖഫിൻ്റെ. എന്നാൽ ബാബപ്പാപ്പാരുടെ കാലത്ത് വഖഫ് ചെയ്ത സ്വത്തിന് ഡീഡില്ല. അന്ന് ഈ രജിസ്റ്റർ സംവിധാനങ്ങളും മറ്റു കാര്യങ്ങളൊന്നുമില്ല. അതിനെപ്പറ്റി പറയുന്നത് വെച്ചാൽ വഖഫ് ബൈ യൂസർ എന്നാണ്. വഖഫായിട്ട് വലിയ അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെതാണുള്ളതെങ്കിൽ ഈ നിയമം പറയുന്നത് വഖഫുകളെല്ലാം എന്താവണം? തീർച്ചയായിട്ടും അത് ഡീഡ് മുഖേന ഉള്ളതാവും. മാത്രമല്ല ഇത് റിട്രോസ്പെക്റ്റീവ് എഫക്റ്റിൻ്റെ ഈ കോഴ്സിന് ഇത് ഡാറ്റാബേസ് കയറ്റുന്ന സമയത്ത് ഇത് ഏതായിരുന്നാലും ഏത് കാലത്താണ് എങ്ങനെയാണെന്നതൊക്കെ കാണിക്കേണ്ടതുണ്ട്. അപ്പോൾ പിൻകാല പ്രാബല്യത്തോടുകൂടി പരമ്പരാഗതമായി ഉപയോഗിച്ചിരുന്ന വഖഫുകൾ ഇല്ലാതാക്കുകയാണ്, അത് ഇല്ലീഗലാക്കുകയാണ്.
അത് നിയമവിധേയം അല്ലാതാക്കുകയാണ്. അതാണ് അതിൻ്റെ ഏറ്റവും മൂർച്ചയുള്ള മറ്റൊരു സംഗതി എന്ന് പറയുന്നത്. ഇപ്പോൾ ഇനി അങ്ങോട്ടുള്ള ഭൂമി വഖഫ് ചെയ്യുമ്പോൾ നിങ്ങൾ ഡീഡ് പ്രകാരം ചെയ്തോ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓക്കെ, നോബഡി ഒബ്ജക്റ്റ്. ഇനിയുള്ളത് നിങ്ങൾ രജിസ്റ്റർ ചെയ്തോ എന്നിട്ട് ചർച്ച ചെയ്യാൻ മതിയെന്ന് പറഞ്ഞാൽ ആരും എതിരല്ല. എവിടുന്നാണ് രേഖ കൊണ്ടുവരാൻ പോകുന്നത്? എത്രയോ കൊല്ലം മുമ്പ്, എത്രയോ വർഷം മുമ്പ്, ദശാബ്ദങ്ങൾക്ക് മുമ്പ് ചെയ്തു പോയ വഖഫ് ബൈ യൂസർ എന്നുള്ളതിന് പിൻകാല പ്രാബല്യത്തോടുകൂടി ഈ നിയമം ദുർബലപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ മറ്റ് പല കാര്യങ്ങളുമുണ്ട്. ഈ എല്ലാ ക്ലാസ്സുകളും നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, എല്ലാത്തിൻ്റെ പേരിലും ഇനി അങ്ങോട്ട് വഴക്കും വക്കാണുമായി കെട്ടും പാണ്ഡവുമായി നടക്കേണ്ടി വരുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഇതിൻ്റെ ഡാറ്റാബേസിൽ ചില എല്ലാ ഇൻഫർമേഷനും ചേർക്കേണ്ടത്. ആ ഇൻഫർമേഷൻ ചേർക്കുന്ന സമയത്ത് അതിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതാരെ വഖഫ് ചെയ്തു, അവരുടെ മേൽവിലാസം എന്താണ്, അതായത് ലിസ്റ്റ് include the names and address of the creator of waqf, mode and date of such creation under clause B. It is not possible to collect. How can you do it? പാപ്പാപ്പാരുടെ കാലത്ത് 50-100 കൊല്ലം മുമ്പുണ്ടായിരുന്നതിൻ്റെ മേൽവിലാസങ്ങളും കാര്യങ്ങൾ എവിടെയാണ്? അങ്ങനെ നിങ്ങൾ സമർപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഡാറ്റാബേസിൽ നിങ്ങൾ സമർപ്പിച്ചു കൊള്ളണമെന്നാണ്. ഇറ്റ് ഇസ് ഹ്യൂമാൻലി ഇമ്പോസിബിൾ. അങ്ങനത്തെ ഒരു സംഗതി ഇതിൻ്റെ പേരിൽ കെട്ടിവെക്കുകയാണ് ഇതിൽ കാണുന്ന മറ്റ് ഒരു സംഗതി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൽ മറ്റൊരു സംഗതി അദ്ദേഹങ്ങൾക്ക് അറിയാമായിരിക്കും. സർച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞൊരു കാര്യം, ഏറ്റവും വലിയ എൻക്രോച്ചർ ഇസ് ദ ഗവൺമെൻറ്. വഖഫ് പ്രോപ്പർട്ടീസ് ആർ എൻക്രോച്ച്ഡ് ബൈ ഗവൺമെൻറ്. എത്ര സ്വത്തുക്കളുണ്ട് ഡൽഹിയിലുണ്ട്, എല്ലായിടത്തും സർക്കാർ ഭൂമിയിലാണ്, വഖഫ് ഭൂമിയിലാണ്. ഈ നിയമത്തെ കുറിച്ചൊരു കാര്യം പറയുന്നത്, ഗവൺമെൻറ്റിൻ്റെ കൈവശമുള്ള ഒരു സംഗതി ഇനി മേലിലോ അല്ലെങ്കിൽ പിന്നിലോ ഇത് വഖഫ് ഭൂമിയാണ് എന്ന് കണ്ടെത്തുകയാണെങ്കിലും അത് വഖഫ് ഭൂമിയാവില്ല. ഇറ്റ് മീൻസ് ഈ അനധികൃതമായി ഇവർ കൈവശം വെച്ചിട്ടുള്ള വഖഫ് സ്വത്തുക്കൾ എന്ത് ചെയ്യുന്നു? ആ വഖഫ് സ്വത്തുക്കൾ അത് ആ വഖഫ് സ്വത്തുക്കളെ വഖഫ് സ്വത്തുക്കളായിട്ട് ബാധിക്കില്ല. വഖഫ് സ്വത്ത് പറയാൻ അവർക്ക് അവകാശമുണ്ട്. അങ്ങനെ ഒരു തർക്കം വരികയാണെന്നിരിക്കട്ടെ, അത് പിടിച്ചടക്കം മറ്റൊരു ഈസി മെത്തേഡ് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? If any question arises as to whether any waqf property is government property or not, the collector shall conduct an inquiry as he deems fit and determine whether such property is government property or not and submit the report. That's what they are. But അന്വേഷണം നടത്തി കളക്ടർ പറയുകയാണ് അദ്ദേഹം വഖഫ് ഭൂമിയല്ല എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ട്രൈബ്യൂണലിന് നിങ്ങൾ അധികാരപ്പെട്ടതാണത്. വഖഫിൻ്റെ ട്രൈബ്യൂണലിൽ തന്നെ ട്രൈബ്യൂണലിനെ പറ്റിയുള്ള സ്ഥിതിയിൽ നിയമത്തിൽ പറഞ്ഞിട്ടുള്ളത്, തർക്കമുണ്ടെങ്കിൽ എന്ത് വേണം? തർക്കമുണ്ടെങ്കിൽ വഖഫ് ബോർഡിൻ്റെ സംവിധാനമുണ്ട്. ആ വഖഫ് ബോർഡിൻ്റെ ഡെമോക്രറ്റിക് ആയിട്ടുള്ള സംവിധാനത്തിലൂടെ അത് ചെയ്താൽ അതിന് യഥാർത്ഥ ഒരാൾക്ക് അതിന് ആർഗ്യുമെൻ്റ് ഉണ്ട്, മറിച്ച് പറയാനുള്ളവർക്കുണ്ട്, ഡോക്യുമെൻ്റ് നോക്കാനുണ്ട്. ഇതൊക്കെ അവർക്ക് ട്രൈബ്യൂണലിനും വഖഫ് ബോർഡിനും ഒക്കെ ഉണ്ടായിരുന്ന അധികാരാവകാശങ്ങൾ കലക്ടർ കൈ കൊടുക്കുക. whether the property is that of minorities or the occupier or not. ആ സ്വഭാവത്തിലേക്ക് കാര്യങ്ങൾ പോകുക. അതിൻ്റെ പരമായിട്ട് വരാൻ വേണ്ടി പോകുന്ന എന്തൊക്കെ തർക്കമാണ്. പിന്നെ എന്തിനാണ് വഖഫ് ബോർഡ്? കേരളത്തിൽ വഖഫ് ബോർഡ്, ഇന്ത്യ സ്റ്റേറ്റിൽ വഖഫ് ബോർഡ്, നാഷണൽ ലെവലിൽ ഈ സ്വഭാവത്തിലുള്ള സംവിധാനം. ആ രണ്ട് സംവിധാനത്തെയും ദുർബലപ്പെടുത്തി വരുത്തിരിക്കുകയാണ് അതിൻ്റെ സംഗതി എന്ന് പറയുന്നത്. അതുകൂടാതെ മറ്റു ചില സംഗതികൾ ഇപ്പോഴത്തെ നിയമത്തിൽ ഒരു വകുപ്പുണ്ട്, ബോർഡ് അംഗങ്ങൾ മുസ്ലിങ്ങളാണ്. പുതിയ നിയമത്തെ പറ്റി നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ വളരെ വിചിത്രമാണ്. ആസ് പെർ പ്രിൻസിപ്പൽ ആക്ട്, ആസ് ഐ ടോൾഡ് യു, സെൻട്രൽ വഖഫ് കൗൺസിൽ ആൻഡ് ദി സ്റ്റേറ്റ് വഖഫ് ബോർഡ് shall be members in that shall be Muslims.
അതിന് പകരം ഇവരിപ്പോൾ ചെയ്തതെന്താ വെച്ചാൽ പുതിയ ബോർഡിൽ മുസ്ലിങ്ങളായിക്കൊള്ളണമെന്നില്ലെന്ന് മാത്രമല്ല, അത് പറഞ്ഞിട്ടുള്ള സംഗതി എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് 2 non-Muslim members in the work council. നോൺ മുസ്ലിം മെമ്പർമാർ 2 ഉണ്ട്. എന്നാൽ മുസ്ലിങ്ങളായിട്ടുള്ള ബോർഡിലെ മെമ്പർമാർ എന്ന് കഴിഞ്ഞ ബോർഡ് പറഞ്ഞിരുന്നത് ഇപ്പോൾ ഇല്ല. എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇഷ്ടമുള്ള ഒരാൾ, ഇവർക്ക് താല്പര്യമുള്ള രാഷ്ട്രീയക്കാരന്, അല്ലെങ്കിൽ മതവിരോധി, അല്ലെങ്കിൽ ന്യൂനപക്ഷ താല്പര്യത്തിന് എതിരായി നിൽക്കുന്ന ഒരാളെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ള സ്വഭാവത്തിലൊക്കെയാണ് അതിൻ്റെ കിടപ്പെന്ന് പറയും. മറ്റൊന്ന് CEO. ഒരു സ്ഥാപനത്തെ ഏറ്റവും വലിയ ആൾ CEO അല്ലേ? CEO പാരന്റ് ആക്ട് പ്രകാരം മുസ്ലിം ആയിരിക്കണം. ഇപ്പോഴത്തെ നിയമത്തിൽ അത് എടുത്തു കളഞ്ഞു, മുസ്ലിം എന്നുള്ള വാക്ക് എടുത്തു കളഞ്ഞു. യു ക്യാൻ ഹാവ് എ CEO വെദർ ഈ മുസ്ലിം ഓർ നോൺ മുസ്ലിം. ഗവൺമെൻറ് ഡിസൈഡ്. ആ ഒരു സ്വഭാവത്തിലേക്ക് അതും അതിൻ്റെ കൂടെ വന്നു ചേർന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇതിൽ 2 സെക്ഷൻ ഇവിടെ അഷറഫ് ഞാൻ തോന്നുന്നു അഷറഫി ചൂണ്ടിക്കാണിച്ചു. ഇതിൻ്റെ ഒമിഷൻ ഡ്രോപ്പ് ചെയ്യാനുള്ള തീരുമാനം, അതായത് ഒമിഷൻ ഓഫ് സെക്ഷൻ 40 ഓഫ് പ്രിൻസിപ്പൽ ആക്ട്. എന്താ വെച്ചാൽ ഈ ആക്ടിൽ പറഞ്ഞ കാര്യം അത് ബാക്ക്ഗ്രൗണ്ട് സെക്ഷൻ 20 ഓഫ് ദി അമെൻമെൻറ്റ് ബിൽ omit section 40 of the Principal Act. Section 40 gives power to Waqf Board to conduct inquiry relating to any property which has reason to believe to be Waqf property and decide whether such property is Waqf property or not. That is the power vested with the Waqf Board. ഇപ്പോൾ ഇത് പറയുന്നത് എന്താണ്? അത് എടുത്തുകളിയാണ്, ആ പ്രോസസ് എടുത്തുകളിയാണ്. ദ പ്രൊവിഷൻ എംപവർ വഖഫ് ബോർഡ് ടു ടേക്ക്, അതൊക്കെ അതിൻ്റെ ആദ്യം പറഞ്ഞ കാര്യങ്ങളാണ്. ഇൻ ദി സെക്ഷൻ ഇറ്റ് ഈസ് ഒമിറ്റഡ്. ദർ വിൽ നോട്ട് ബി എനി എഫക്റ്റീവ് സ്റ്റാറ്റ്യൂട്ടറി മെക്കാനിസം ടു റിക്കവർ സച്ച് എൻക്രോച്ച് വഖഫ് പ്രോപ്പർട്ടി. ഇപ്പോൾ വഖഫ് ബോർഡിന് തിരിച്ചു പിടിക്കാൻ കഴിയില്ല. വഖഫ് ബോർഡിൻ്റെ അടുത്ത് ഇത് നിയമവിരുദ്ധമായി മറ്റാരുടെയും കയ്യിലുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ അതിൻ്റെ പുറത്ത് നടപടിയെടുക്കാൻ സാധിക്കാത്ത വിധത്തിൽ അത് നീങ്ങുന്നു എന്നുള്ളതാണ്. അങ്ങനെയുള്ള പ്രൊവിഷൻസ് ധാരാളമായിട്ടുണ്ട്. ഏതാണ്ട് 1042 എന്നാണ് ഞാൻ ഓർക്കുന്നത് അമെൻമെൻറ്റുകൾ ഇതിലുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ നിയമം പാസ്സാക്കി വന്നാൽ വഖഫ് ബോർഡിന്, കേരളത്തിലെ വഖഫ് ബോർഡാകട്ടെ, മറ്റ് സ്റ്റേറ്റിലെ വഖഫ് ബോർഡാകട്ടെ, നാഷണൽ വഖഫ് കൗൺസിലാകട്ടെ, പഴയ മേശി കസേര അവിടെ ഉണ്ടാകുന്നില്ലാതെ 10 വയസ്സിൻ്റെ അധികാരമുണ്ട്. പവേഴ്സ് ഉണ്ടാവില്ല. നിയമപ്രകാരം കാര്യങ്ങൾ ചെയ്യാനൊക്കില്ല. ഈ വഖഫ് എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ മറ്റ് സമുദായങ്ങളിലേക്ക്, അവർക്കൊക്കെ ട്രസ്റ്റുകളുണ്ട്, സംവിധാനങ്ങളുണ്ട്, ബോർഡുകളുണ്ട്. ഗവൺമെൻറ് എന്തുകൊണ്ടാണ് ഈ ഇത്തരം സ്ഥാപനങ്ങൾക്ക് അതിൻ്റെ റിലീജിയസ് ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ മൈനോറിറ്റി ക്യാരക്ടർ കൊടുക്കുന്നത്? എന്തിനാണ്? അതിൻ്റേതായിട്ടുള്ള ദിവ്യമായിട്ടുള്ള സമീപനം ഉള്ളത് കൊണ്ടാണ്. വഖഫ് എന്ന് പറയുന്നത് വലിയ വലിയ പ്രതീക്ഷകളോട് ചെയ്യുന്ന സംഗതിയാണ്. അങ്ങനെ ചെയ്യുന്ന ഒരു സംഗതിയിൽ ആ വഖഫ് ചെയ്ത ആളുകളുടെ ഔക്കാഫിൻ്റെ നെയ്യത്ത് പരീക്ഷിക്കാൻ സാധിക്കാതെ വരുന്നു. അല്ലെ വഖഫ് സ്വത്തുക്കൾ അന്യാധീനപ്പെട്ടത് തിരിച്ചു പിടിക്കാൻ കഴിയാതെ വരുന്നു. കയ്യേറ്റക്കാരൻ്റെ കയ്യേറ്റം ഒഴിപ്പിക്കാൻ കഴിയാതെ വരുന്നു. അവർ അവസ്ഥാവിശേഷം വന്നാൽ നാടിൻ്റെ സ്ഥിതി എന്താകും? ഈ വഖഫ് സ്വത്തുക്കൾ ഇല്ലാതാകും. ഈ വഖഫ് സ്വത്തുക്കൾ ഉദ്യോഗസ്ഥന്മാരുടെ, ഡിസ്ട്രിക്ട് കളക്ടർമാരുടെ അധികാരത്തിലേക്ക് പോകും. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് എങ്ങനെ വേണമെങ്കിലും ഇതിൻ്റെ സ്വത്തുക്കൾ കൈവശപ്പെടുത്താൻ സാധിക്കും. മാത്രമല്ല, ഉന്മൂലനം ചെയ്യാനുള്ള ആ വിശ്വാസികളുടെ കാര്യങ്ങളെ നിഷ്കരണം നീക്കുക എന്നുള്ള അജണ്ട നടപ്പിലാക്കാനുള്ള BJPയുടെ കുടില ബുദ്ധിയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. ഗൗരവമായ ഒരു ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ട കാര്യമാണ്. ധാരാളം നമ്മുടെ നാട്ടിൽ നമുക്കറിയാം. ഭരണഘടന അവിടെ പറഞ്ഞു, ഭരണഘടനയെ പറ്റി. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 16 എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, പച്ചവെള്ളമാണ് കുട്ടികൾക്ക് പോലും. ആർട്ടിക്കിൾ 25, ആർട്ടിക്കിൾ 15, ആർട്ടിക്കിൾ 14 ഈക്വൽ ജസ്റ്റിസ് ബിഫോർ ലോ, ഇതെല്ലാം ഉള്ള ഒരു രാജ്യത്താണ് ഇതൊക്കെ നടക്കുന്നത്. അപ്പോൾ എന്താണ് എന്നോട് പറഞ്ഞത്? ഇതിനെപ്പറ്റി കൂടി സംസാരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഭരണഘടന ഒന്നും ഇല്ലാതാവുകയാണ്. നമ്മൾ പറഞ്ഞാൽ ഇവിടെ ഭരണഘടനാ സംരക്ഷണത്തെ പറ്റി അവരുണ്ടാക്കുന്ന എന്താണ്?
അവർ എഴുതപ്പെടാത്ത ഒരു പുതിയ ഭരണഘടന നടപ്പിലാക്കി വരികയാണ്. ഇന്നത്തെ ഇന്ത്യൻ ഭരണഘടനയിലുള്ള ക്ലോസുകൾ എല്ലാം തന്നെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി അതിനെ നോക്കിക്കുത്തിയാക്കാൻ നിൽക്കുന്ന വിരുദ്ധരുടെ മാറ്റമാണ് ഇന്ത്യ രാജ്യത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഏറ്റവും രസകരമായ കാര്യമുണ്ട്. നമ്മൾ ചോദിക്കാറുണ്ട്, ഇപ്പോൾ അവർ നമുക്ക് ഭൂരിപക്ഷം അവർ ജയിക്കുകയുള്ളൂ, ഭരണഘടന ഭേദഗതിയല്ലേ? ഭരണഘടന വേണ്ടത് പോലും വിവിധ സംസ്ഥാനങ്ങൾ എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ നടപ്പാക്കി വരികയാണ്. നിങ്ങൾക്ക് വിശ്വാസ പ്രമാണ പ്രകാരം 15, 25 സെക്ഷനിൽ നിങ്ങളുടെ മതപരമായ വിശ്വാസത്തിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. ഏത് മതം വേണമെങ്കിലും നിങ്ങൾക്ക് വിശ്വസിക്കാം. നിങ്ങളുടെ കൾച്ചറലായിട്ട് സംഗതി പ്രിസർവ് ചെയ്യാം. അതുപോലുള്ള കാര്യങ്ങളെല്ലാം നിൽക്കുന്ന ഒരു രാജ്യത്ത് ഇപ്പം എന്താ സംസ്ഥാനങ്ങളോട് പറഞ്ഞിട്ടത്? നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിയമമുണ്ടായി. നിയമങ്ങളുടെ പട്ടിക വന്നുകൊണ്ടിരിക്കുകയാണ്. പശു സംരക്ഷണം, ലവ് ജിഹാദ്, അങ്ങനെ തുടങ്ങി കൺവേർഷൻ, ഇതുപോലുള്ള നിയമങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. യു പി പോലുള്ള സംസ്ഥാനങ്ങളിൽ അവരിഷ്ടപ്പെടുന്ന വിധത്തിൽ എങ്ങനെ മൈനോറിറ്റീസിനെ ദ്രോഹിക്കാമെന്ന നിയമങ്ങൾ പാസ്സാക്കി ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, വേറെ കാര്യമില്ല. ആസാമിൽ ഇപ്പോൾ നടന്നുകൊണ്ട് സംഭവവികാസങ്ങൾ സിഐയുടെ പേര് അവരിപ്പോഴും പറഞ്ഞിട്ടല്ലോ. അമിത്ഷാ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഞങ്ങൾ സിഐ കൊണ്ടുവരും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പം ഇന്ത്യ മഹാരാജ്യം എങ്ങനെയാണ് നിൽക്കുന്നത്? നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞാൽ വല്ലാത്ത സന്തോഷം നൽകുന്ന പാരമ്പര്യ രാജ്യമാണ്. ലോകത്തിലെ ഏറ്റവും നല്ല കോൺസ്റ്റിറ്റ്യൂഷൻ കൈവശമുള്ള രാജ്യമാണ് നമ്മുടെ രാജ്യം. 3 കൊല്ലം, കുറച്ച് ദിവസമേ ബാക്കിയുള്ളൂ, 3-4 ദിവസം, ആ 3 കൊല്ലത്തെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഡിബേറ്റ് പ്രഡ്വെയറായി നടത്തി അതിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന കളക്റ്റീവ് വിസ്ഡമാണ് നമ്മുടെ പാർലമെന്റ് എന്ന് പറയുന്നത്. ചർച്ചയിൽ ഒരാൾ ചോദിച്ചത്രേ, നല്ലൊരു കാര്യമല്ലേ നമ്മൾ ചെയ്യാൻ പോകുന്നത്, ദൈവത്തിൻ്റെ നാമത്തിലാക്കിയാൽ എന്താ കുഴപ്പം? അപ്പോൾ മറ്റൊരു മെമ്പർ പറഞ്ഞു, അതെന്തിനാണ്? ദൈവമില്ലാത്തവരുണ്ടല്ലോ ഈ രാജ്യത്ത്, അതുകൊണ്ട് അവർക്കൊരു വേല വേണ്ട. ഇന്ത്യയിലെ ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു സംഗതി, സമ്മിശ്രമായിട്ടുള്ള സമ്പദ്ഘടനയിൽ നിൽക്കുന്ന രാജ്യം, ആ വിധത്തിൽ വ്യത്യസ്തതകൾ, വൈവിധ്യങ്ങൾ എല്ലാം ഉള്ള രാജ്യം, ഭാഷയാവട്ടെ, വേഷമാവട്ടെ, ഭക്ഷണമാകട്ടെ, മറ്റെല്ലാമാകട്ടെ, അതിലൊക്കെ വൈവിധ്യങ്ങളുള്ള ഒരു രാജ്യം. ആ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയാണ്. അത് നോക്കുകയാണ്. ഭരണഘടനയ്ക്ക് ഒരു വിലയുമില്ലാത്ത വിധം പാർലമെന്റ്, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, പാർലമെന്റ് ഒരു നിയമം പാസ്സാക്കിയാൽ, ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് പലരും പാസ്സാക്കിയാൽ ആൾക്ക് അത് വരുന്നതാണ് നല്ലൊരു നിയമമാണ്. അങ്ങനെ ഒന്നൊരു നിയമമായിരുന്നു 1991. 1991 ഇന്ത്യയിൽ മതത്തിൽ, ക്ഷേത്രത്തിൻ്റെ പേരിലാവട്ടെ, പള്ളിൻ്റെ പേരിലാവട്ടെ, ചർച്ചിൻ്റെ പേരിലാവട്ടെ, മേലിൽ ഒരു തകരാറ് വരാൻ പാടില്ല, തർക്കം വരാൻ പാടില്ല എന്നതുകൊണ്ടാണ് 1991 ആക്ട് വന്നത്. അതെന്താ പറഞ്ഞ ഒറ്റ വരിയാണ്. 1947 ഓഗസ്റ്റ് 15 ആറയിൽ ഏതെല്ലാം ആരാധനാലയങ്ങളുണ്ടോ അത് തന്നെ കണ്ടിന്യൂ. നോ ഫർദർ ഡിസ്പ്യൂട്ട്. ഇന്ത്യയിൽ പള്ളിയുടെ പേരിൽ, മറ്റ് ആരാധനാലയങ്ങളുടെ പേരിൽ ഒരു തർക്കവുമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി കൊണ്ടുവന്ന നിയമമാണ് 1991 നിയമം. ഇപ്പം എന്താ സംഭവിക്കുന്നത്? ആ നിയമത്തെ പൊളിക്കാനാണ് BJP അജണ്ട തയ്യാറാക്കി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അവിടെ അവർക്ക് 800ഓളം അവരുടെ ഇഷ്ടപ്പെട്ട, അവർ തിരിച്ചു പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പള്ളികളുടെ പട്ടിക പ്രസിദ്ധീകരിച്ചത്. എല്ലാത്തിനും കാര്യം തന്നെയാണ്. വിശ്വാസത്തിൻ്റെ കാര്യം, നമ്മുടെ സംസ്കാരത്തിൻ്റെ കാര്യം, നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യമൊക്കെ. വിദ്യാഭ്യാസ മന്ത്രിയായി കുറച്ചു കാലം ജോലി ചെയ്ത ആളാണ്. നമുക്ക് എല്ലാവർക്കും വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. എത്ര നല്ല ടെക്സ്റ്റ് ബുക്കുകളായിരുന്നു നമുക്കുണ്ടായിരുന്നത്. വളർന്നു വരുന്ന കുഞ്ഞുങ്ങളുടെ സിലകളിൽ മതസൗഹാർദ്ദം പ്രസരിപ്പിക്കുന്ന വിധത്തിൽ ഉണ്ടാക്കുന്ന ടെക്സ്റ്റ് ബുക്കുകളൊക്കെ മാറുകയാണ്. ഓരോ പേജിലും വർഗീയ വിഷം കുത്തിവെച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സ്വഭാവത്തിലേക്ക് രാജ്യം പോകുന്ന സമയത്ത് ഉത്തരവാദിത്തമുള്ളവരുടെ ഏറ്റവും വലിയ ബാധ്യതയാണ് അതിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള ബോധവൽക്കരണ പരിപാടി എന്ന് പറയുന്നത്. അതിൻ്റെ ഭാഗമായി ഈ സ്ഥാപനത്തെയും ഈ ചർച്ചയെയും ഞാൻ കാണുകയാണ്. ധീരമായ നടപടിയാണ് ഇതിൻ്റെ സംഘാടകർ ഈ സബ്ജക്റ്റ് എടുത്തു വഴി ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ പരാജയപ്പെടേണ്ട കാര്യങ്ങളാണ്. ഇതിൽ പരാജയപ്പെടുത്താൻ സാധിക്കുമോ? പേടിക്കണ്ട. എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്, നമുക്ക് എല്ലാവർക്കും ഉത്തമ ബോധ്യമുണ്ട്, ഇതിൽ അവർ വിജയിക്കാൻ വേണ്ടി പോകുന്നില്ല എന്ന്. ശക്തമായിട്ടുള്ള എതിർപ്പുകൾ ഇക്കാര്യത്തിൽ കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പം മുസ്ലിം ലീഗിന് JPC എടുത്തിട്ടില്ല.
മുസ്ലിം JPC എടുക്കാത്ത അതിപ്പോൾ നരേന്ദ്രമോദിയല്ല കോഴിക്കോട് പ്രസംഗിച്ചിട്ടുണ്ട്. എൻ്റെ ഏറ്റവും വലിയ ശത്രുക്കൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിംകാരാണ്. അത് പറയുന്നത് തന്നെ ഇന്ത്യയിലെ അന്തസ്സാണ്. ശത്രുക്കളാണ്. നരേന്ദ്രമോദിക്ക് മുസ്ലിം ലീഗിനെ ശത്രുവായി കാണുന്നെങ്കിൽ ഞങ്ങൾ പറയുന്നു, അഭിമാന പുരസ്സരം ഞങ്ങൾ പ്രശ്നങ്ങളുടെ സത്യാവസ്ഥയുടെ കൂടെ നിൽക്കും. ഫൈറ്റ് ചെയ്യുന്നിടത്ത് അതിൻ്റെ പരമാവധി ശക്തമായിട്ട് ഫൈറ്റ് ചെയ്യും. ആ കാര്യത്തിൽ നടത്തുമെന്ന കാര്യത്തിൽ സന്ദേശമുണ്ട്. ഞങ്ങൾ കാണാൻ പോകുന്നു. ലോകത്തെ കണ്ടുകൊണ്ട് ഞങ്ങൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ടുള്ളൂ ആരിസ് ബിലാൽ ഞാനും ജാർഖണ്ഡിൽ പോയി. ജാർഖണ്ഡിലെ മുഖ്യമന്ത്രിയെ കണ്ടു. കാരണം ജാർഖണ്ഡിലെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഈ ഇന്ത്യ അലയൻസിൻ്റെ പാർട്ടാണ്. അത് ശരിക്ക് വളരെ വളരെ ബഹുമാനപുരസ്സരം ഞങ്ങൾ സ്വീകരിച്ചു. അദ്ദേഹത്തിൻ്റെ മകളുണ്ടായിരുന്നു, അദ്ദേഹത്തിന് ഭാര്യ ഉണ്ടായിരുന്നു. എല്ലാവരും പിടിച്ചു കൂട്ടി വലിയ തോതിലുള്ള സദ്യയും കാര്യങ്ങളൊക്കെ തന്ന് അദ്ദേഹം പറഞ്ഞു ഞങ്ങളോട്, നിങ്ങൾ കാണുന്ന സന്തോഷമുണ്ട്. ഈ നാട്ടിലെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ ഞങ്ങൾ അഭിമാനപുരസ്സരം നോക്കി കാണുകയാണ്. ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, നമ്മളെ ഇന്ത്യ അലയൻസൊക്കെ ഘടകകക്ഷി എന്ന നിലയിൽ ഈ മഹത്തായ ദൗത്യം, ഈ വക്കുവിൻ്റെ ദൗത്യം നിങ്ങൾ സ്ട്രോങ്ങായിട്ട് നിലപാടെടുക്കണമെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം സന്തോഷത്തോട് പറഞ്ഞു, ഞങ്ങൾ മുമ്പേ നടക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. അതുപോലെ ഞങ്ങൾ എല്ലാവരെയും കാണാൻ വിചാരിക്കുക. സമാന ചിന്താഗതിയുടെ മുഴുവൻ ആളുകളെയും കണ്ട് ഈ അനീതിക്കെതിരായി അവരെ ബോധവൽക്കരിക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ സജീവമായി നടത്താൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ആ ദൗത്യമാണ് ഞങ്ങൾ ഏറ്റെടുത്തത്. ഞങ്ങൾ പാർലമെന്റിൽ വെറുതെ ഇരുന്നിട്ടില്ല. അന്ന് സർക്കാരിൽ ഞാനും ഈ നമ്മുടെ മറ്റ് അഞ്ചാറ് പാർട്ടി, ആ പാർട്ടിക്ക് അതിൻ്റെതായ ശക്തിയുണ്ട്. ഇനി അതല്ല, നമ്മളെക്കാൾ അങ്ങനെ കൂടുതൽ പാർലമെന്റ് ആയിരുന്നു. പക്ഷേ അന്ന് നമ്മളെക്കാൾ എത്രയോ ഇരട്ടി ശക്തിയുള്ള കായികങ്ങളുണ്ടായിരുന്നു. കോൺഗ്രസ് ഉണ്ടായിരുന്നു, CH ഉണ്ടായിരുന്നു. അതുപോലെ നേതാക്കന്മാർ അവരെടുത്ത അതേ ശൈലിയിൽ നിന്നുകൊണ്ട് അനീതിക്കെതിരായ ധീരോദാത്തമായ പോരാട്ടം ചെയ്യുമെന്ന കാര്യം ഒരിക്കൽ കൂടി നിങ്ങളുടെ മുമ്പിൽ ആവർത്തിച്ച് പറയുന്നതാണ്. ഈ ദൗത്യമാണ് ഏത് കാലത്തും മുസ്ലിം ലീഗ് എടുത്തു വന്നിട്ടുള്ളത്. മുസ്ലിം ലീഗ് അനീതിക്ക് കൂട്ടുവന്നിട്ടില്ല. മുസ്ലിം ലീഗ് ഏത് തെറ്റായ നിയമങ്ങൾ വരികയാണെങ്കിലും അതിനെതിരായ രണ്ട് സുഹൃത്തുക്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ അതിനെതിരായ നിയമ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതിന് ഒന്നാം പട്ടികയിൽ തന്നെ മുസ്ലിം ലീഗ് ഉണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ആരെന്ത് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുകയാണെങ്കിലും ശരി, ആ വസ്തുതയായിട്ട് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ള ധാർമ്മിക ബാധ്യത ഇപ്പറഞ്ഞിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. ആ ധാർമ്മിക ബാധ്യത ഭംഗിയായി നിർവഹിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നിട്ട CH സാരഥികളെ പ്രത്യേകമായി ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് എൻ്റെ വാക്ക് കേട്ടതിന് നിങ്ങൾക്ക് നന്ദി പ്രകാശിച്ചു നിർത്തുന്നുണ്ട്. നന്ദി, അഭിവാദനങ്ങൾ. അസ്സലാമു നമ്മുടെ വളരെ വിശദമായിട്ട് കാര്യങ്ങളൊക്കെ ബഷീർ സാഹിബ് പറയും. ഒരുപാട് കാര്യങ്ങൾ ഇതിനെപ്പറ്റി പറയാൻ കഴിയുന്ന നമുക്ക് അവൈലബിൾ ആയ ഏറ്റവും ബെസ്റ്റ് ഫാക്കൽറ്റിയാണ് ബഷീർ സാഹിബ്. മനസ്സിലായി. അപ്പോൾ ഒരു ഇന്റർനാഷണലിലേക്ക് പോകുന്നു. ഈ പറഞ്ഞ കാര്യങ്ങളെ പറ്റിയുള്ള എന്തെങ്കിലും പ്രധാനപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ സദസ്സിൽ ചോദിക്കാം. അദ്ദേഹത്തിന് മറുപടി ചോദിച്ചു മറുപടി അല്ലെങ്കിൽ ഒരു ചോദ്യത്തിന് മറുപടി പറയാം. അതുകൊണ്ട് ഈ ഡിസ്കഷന് വേണ്ടി ഓപ്പൺ ചെയ്യണം. എല്ലാവരും അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഹാജി KV അബ്ദുൽ ലത്തീഫ്. CH മുഹമ്മദ് കീഴിൽ ഒരു പത്രപ്രവർത്തകനായിരുന്നു. എൻ്റെ ചോദ്യം, ഇവിടെ എൻക്രോച്ച്മെന്റ് എന്ന പേര് ബഷീർ സാഹിബ് പറഞ്ഞു. ഒരു എൻക്രോച്ച് ചെയ്ത ഭൂമിയാണെങ്കിലും അത് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതല്ലോ. രണ്ടാമത്തത്, ഈ മുസ്ലിങ്ങളുടെ വഖഫുകളെ ഇങ്ങനെ അന്യാധീനപ്പെടുത്താൻ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് പോലെ ദേവസ്വങ്ങളുടെയും ചർച്ചകളുടെയും എല്ലാം നിയമത്തിലും സ്വത്തുകളിലും ഗവൺമെന്റ് കടന്ന് കയറാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. രണ്ടാമത്തെ ചോദ്യം വളരെ വളരെ സിഗ്നിഫിക്കൻ്റ് ആയ ചോദ്യമാണ്. കാരണം ഇന്നിങ്ങനെ ഓരോ മതവിഭാഗത്തിൻ്റെ അവരുടെ ട്രസ്റ്റുകളാവട്ടെ, ധർമ്മസ്ഥാപനങ്ങളാകട്ടെ, മറ്റ് സംവിധാനങ്ങളാകട്ടെ, അതിലെല്ലാം തന്നെ കടന്നു കയറാൻ വഴിയൊരുക്കുന്ന ഒരു സംഗതിയാണ്. എഴുതുന്നവരുടെ അറിയില്ല ഇവിടെ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യം പറഞ്ഞിരുന്നു. ആദ്യത്തെ നിയമത്തിൽ പറഞ്ഞിരുന്ന എല്ലാ വിഭാഗത്തിനും വേറെ സെക്ഷനുണ്ട്. നോൺ മുസ്ലിങ്ങളായിട്ട് ആളുകൾക്ക് ഉള്ള അനുവാദം കൊടുക്കുന്നത്. അപ്പോൾ അതെല്ലാം തന്നെ നിർത്തുന്നതും ഇതുപോലെ മറ്റുള്ള മതവിഭാഗങ്ങൾ സൂക്ഷിച്ചു പോയിരുന്ന അവരുടെ പാരമ്പര്യ പ്രകാരമുള്ള സംഗതികളെ അതിലേക്ക് കൂടി കടന്നു കയറാൻ ആവശ്യമായി വഴി ഇവരെ ഗവൺമെൻറ് വേറെ ഏത് ഗവൺമെൻറ് വന്നാലും അവർക്ക് വഴിയൊരുക്കുന്ന ഒരു അപകടം കൂടി ഇതിൽ ഉണ്ട്.
Thank you very much for pointing out. Yes. സർ, ആ ഈ റിവേഴ്സ് ബില്ല് കൊണ്ടുവരുന്നതിനുള്ള ദുരൂഹത പറഞ്ഞല്ലോ. ഏത്? സർ, ആ പറഞ്ഞോളൂ. ഈ റിവേഴ്സ് ബില്ല് കൊണ്ടുവരുന്നതിലെ ദുരൂഹത പറഞ്ഞല്ലോ, അംഗങ്ങൾക്ക് സമയം കിട്ടാത്ത തരത്തിൽ. അതിന്റെ പാർലമെന്ററി നിയമം എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? എങ്ങനെയായിരുന്നു? റിവേഴ്സ് ബില്ല് കൊണ്ടുവരുന്നതിലെ ദുരൂഹത ബില്ല് കൊണ്ടുവന്ന നിയമം അനുവദിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അല്ലല്ല, അത് പ്രൊസീജിയർ എന്ന് പറയുന്നത് സ്പീക്കർക്ക് എപ്പോഴും ചെയ്യാവുന്നതാണ്. കാരണം നമുക്കറിയാം, ഇതിനേക്കാളും തരത്തിലായിരുന്നു നമ്മളെ മുത്തലാഖ് രാവിലെ അജണ്ടയിലേ ഇല്ല, ഉച്ചയായപ്പോൾ അജണ്ടയിൽ കയറി വന്നതാണ്. അതൊക്കെ ഇവർ ചെയ്യുന്നതാണ്. അതൊക്കെ ഇത് പാർലമെന്റ് കസ്റ്റംസ് ആൻഡ് പ്രാക്ടീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊന്നും പാടില്ലാത്തതാണ്. കാരണം വെച്ചാൽ നിങ്ങൾ ഇവിടുത്തെ വോട്ട് ചെയ്ത് അങ്ങോട്ട് അയക്കുന്ന എം പിമാർ രാവിലെ ഒരു കടലാസുകളിൽ ഇത്രയും ആലോചിച്ചിട്ട് അതിനെപ്പറ്റി പറയാൻ നോക്കുമോ? പഠിക്കാൻ വേണ്ടിയാണ് ഈ സമയം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വളരെ സൂക്ഷ്മമായിട്ടുള്ള നിയമനിർമ്മാണത്തിൻ്റെ മറ്റു നടപടികളൊക്കെ പറഞ്ഞത്. അതൊന്നും ചെയ്യാതെ എന്താ പറയുക, ഒളിച്ചു കിടക്കുന്ന വിധത്തിലുള്ള സമയം തന്നെയാണ് അവരെടുത്തിട്ടുള്ളത്. യെസ് യെസ്. എറണാകുളം മുനമ്പത്ത് വഖഫ് ഭൂമിയിൽ 600ഓളം സാധാരണക്കാർ താമസിക്കുന്നുണ്ട്. അപ്പം കത്തോലിക്ക സഭ പോലും ഈ വഖഫിലിനെ ഇതുമായി സംബന്ധിച്ച് ഇവരെ ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ്. അപ്പം ഈ ഇത്തരത്തിൽ സാഹചര്യം എങ്ങനെയാണ് നേരിടുക? ഇതിൻ്റെ ഒഴിപ്പിക്കലിനെ സംബന്ധിച്ചിടത്തോളം വഖഫ് പ്രോപ്പർട്ടി ഒരുപാട് നിലയിൽ അന്യായത്തിൽ കിടക്കുന്നുണ്ട്. പക്ഷേ ഒഴിപ്പിക്കാൻ സാധിക്കാത്തപ്പോൾ വീടിൻ്റെത് എന്ത് ചെയ്യണം എന്നുള്ളത് പറയും. ഇവിടെ ഞാൻ ആദ്യം ഉദ്ദേശിച്ച റഹ്മാൻ ഖാൻ്റെ ഈ JPC, ആ JPCൻ്റെ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്ന ഒരു പ്രധാന വിഷയമാണ്. അതായത് ഈ ഇത്തരം ഭൂമികളെ ഒഴിപ്പിക്കുന്നതിന് വേണ്ടി നേരത്തെ ഉണ്ടായിരുന്ന നടപടിക്രമങ്ങൾ വളരെ സങ്കീർണമാണ്. അപ്പോൾ അത് റഹ്മാൻ ഖാൻ സാഹിബിൻ്റെ 2013 ആ റിപ്പോർട്ടിൽ പറഞ്ഞൊരു കാര്യം, ഒഴിപ്പിക്കൽ നടപടിയെ മറ്റെല്ലാ നിയമത്തിൻ്റെ കുരുക്കിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതായി. കാരണം അന്നുണ്ടായിരുന്ന നിയമങ്ങളും സാഹചര്യങ്ങളും വെച്ച് നോക്കുന്ന സമയത്ത് ഒഴിപ്പിക്കാൻ പറ്റുമായിരുന്നില്ല. വലിയവർക്കും പറ്റുമായിരുന്നില്ല, ചെറിയവർക്കും പറ്റുമായിരുന്നില്ല. നിങ്ങൾ പറഞ്ഞ പോലെ ചേരി പ്രദേശങ്ങളിലൊന്നും പറ്റുമായിരുന്നില്ല. അതേ സമയത്ത് അന്നത്തെ നിയമത്തിൽ ഒഴിപ്പിച്ചെടുക്കാനുള്ള പ്രക്രിയ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അതുപോലെയുള്ള മറ്റൊരു സംഗതിയാണ് ഇവിടെ വാർഡ് സ്വത്തുകൾ ഇങ്ങനെ എൻറോൾ ചെയ്യുമ്പോൾ ചെറിയ തോതിലുള്ള പൈസ പണ്ട് എന്താ പറയുക, ചെറിയ എടുക്കുന്നത്. അതെന്ന് പറഞ്ഞാൽ 10 രൂപ 25 ലീസ്, 10 രൂപ 25 രൂപ 100 രൂപയൊക്കെ ലീസിന് കൊടുത്തിട്ട് അവർ കൊല്ലങ്ങളോളമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ റിപ്പോർട്ടിലൊക്കെ ഇതിനൊക്കെ തന്നെ അവസാനിപ്പിക്കുന്നതിന് അങ്ങനെ കൊടുക്കേണ്ടി വരികയാണ് ലീസിനെങ്കിലും അതടക്കം എന്ത് വേണം, നാട്ടിൽ നിലവിലുള്ള മാർക്കറ്റ് റേറ്റിൽ കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ള പേര് ഇതൊക്കെ വന്നിരുന്നു. ഇത് യഥാർത്ഥത്തിൽ ഈ ചോദ്യം പ്രസക്തമാണ്. പക്ഷേ അതിനെന്ത് വേണം, അത് തീരുമാനിക്കണം. അത് തീരുമാനിക്കേണ്ട വഖഫിൻ്റെ പ്രോപ്പർട്ടി കൈകാര്യം ചെയ്യുന്നത് തീരുമാനിക്കേണ്ട കാര്യമാണ്. അതായത് അവരുടെ സമ്മതം ഇല്ലാതെ അതിൽ മറ്റൊരു ഇടപെടൽ പുറത്ത് കൊടുക്കാൻ ഒരിക്കലും പറ്റില്ല. എന്ത് കോസായിരുന്നാലും ശരി, വഖഫിൻ്റെ അഡ്മിനിസ്ട്രേഷൻ നടത്തിയപ്പോൾ മറ്റു കാര്യങ്ങളും വഖഫിൻ്റെ നിയമ പ്രകാരം അവർ ചെയ്യേണ്ടതാണ്. അതിൽ മറ്റൊരു ഇൻ്റർവെൻഷൻ നടത്താൻ പാടില്ലാത്തതാണ്. ബോംബെ കോർപ്പറേഷനിലെ മുകേഷ് അംബാനിയുടെ 24 നില വീട് പോലും വഖഫ് ഭൂമിയിലാണെന്ന് വായിച്ചിട്ടുണ്ട്. അത് ഇങ്ങനെ ഒരു നിയമം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കലക്ടർക്ക് ഇവർക്ക് വിട്ടുകൊടുക്കാൻ പറ്റും. അത് ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിച്ചുകൊണ്ട് പിടിച്ചെടുത്തതാണ്. സുപ്രീം കോടതിയിൽ ഇപ്പോൾ ആ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ കേസുണ്ട്. പക്ഷേ വ്യക്തിപരമായിട്ട് നമ്മൾ പറയല്ല, അവരെന്തോ ആട്ടെ. പക്ഷേ ഇത്തരത്തിലൊരു നിയമം വന്നു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പിടിച്ചെടുക്കാൻ പറ്റില്ല. സിമ്പിൾ, വളരെ സിമ്പിളായിട്ട്. അത് ആദ്യം തന്നെ അതിൻ്റെ അധികാരം കൊടുത്തിട്ടുള്ളത് കലക്ടർക്കാണ്. കലക്ടർക്ക് അധികാരം കൊടുത്ത് കലക്ടർ ഒരു എൻക്വയറി നടത്തുന്നു. കലക്ടർ എൻക്വയറി ഒന്ന് ആ എൻക്വയറി എത്ര സമയം കൊണ്ട് തീർക്കണേ ഇല്ല, പോട്ടെ 24 ദിവസത്തിലെങ്കിലും അതിൻ്റെ അവകാശം ഇത് വഖഫ് ഭൂമിയാണ് അല്ലയോ എന്നുള്ളത് കലക്ടർ തീരുമാനിച്ചു കൊടുക്കാൻ മതിയായി. ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ കലക്ടർമാർ എങ്ങനെ തീരുമാനിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പിടിച്ചെടുക്കാൻ അല്ലെങ്കിൽ അവർ കയ്യേറ്റം ചെയ്തതിന് വെള്ളപൂശാൻ ഈ നിയമം വളരെ സഹായകരമാണ്. ഞാൻ അരീക്കോട് കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസറായിരുന്നു. മഞ്ചേരി താമസിക്കുന്നു, പണക്കാരനാണ്. ഇത് 2 ചോദ്യമാണ്. ഒന്ന്, നിങ്ങൾ 5 ആളെ കൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റും. 5 പേരിൽ ഒരാൾ നെഗറ്റീവായിട്ടാണ് പാർലമെന്റിൽ പറഞ്ഞത് വരെ. പിന്നെ ഞാൻ അടുത്ത് കേട്ടതാണ് അഡ്വക്കേറ്റ് PV സൈനികൻ വീട്ടിൽ വെച്ച് പറഞ്ഞു, റോ കോളേജിൻ്റെ 500 ഏക്കർ സ്ഥലം വിൽക്കാൻ പോകുന്നു എന്ന് ഒക്കെക്കൂടെ ഇടപെട്ട് നിർത്തിവെച്ചാണ് കേട്ടത്. അതിൻ്റെ CD കണ്ടിട്ടുള്ള മുമ്പ് പോയി കണ്ടിട്ടില്ല. ഭയങ്കര
വിശാലമായ ഒരു പ്ലോട്ടാണ്. അപ്പൊ ഈ വഖഫ് ബോർഡ് വിൽപ്പനക്ക് വെക്കാൻ ആർക്കും അധികാരമുണ്ടെന്ന് ഒന്ന് അറിയാം. വഖഫ് ബോർഡ് വിൽപ്പനയ്ക്ക് വെക്കാൻ ഒരാൾക്കും അധികാരമില്ല. ആ അധികാരം മിസ്യൂസ് ചെയ്ത് കിട്ടുന്ന അധികാരമാണ്. അപ്പം ഈ ബില്ലിൻ്റെ കോൺടെക്സ്റ്റ് പറയുകയാണെങ്കിൽ ഈസി ആയിട്ട് അത് അവർക്ക് കിട്ടാൻ ഒരു വഴിയുണ്ട്. അതല്ലെങ്കിൽ ഇപ്പോൾ ഒക്കെ സ്വത്ത് ഒരാൾ കൈവശം വെച്ചാൽ അയാൾക്കത് വേറാൾക്ക് മാറ്റാനൊന്നും നിയമപരമായിട്ട് അവർക്ക് അധികാരമേ ഇല്ല. പിന്നെ ഇപ്പം ഇവരെന്താക്കി അതിനെ നിയമവിധേയമാക്കുന്ന വിധത്തിലേക്ക് ഒരു ഇതിപ്പുണ്ടാക്കി. ആദ്യത്തെ വളരെ രസമായ ചോദ്യമാണ്. അഞ്ചാളുകൾ ഒന്ന് പാർലമെന്റ് വന്ന സമയത്ത് തന്നെ ഞങ്ങൾ തടസ്സവാദം ഉന്നയിച്ചു. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അത് ഞങ്ങളുടെ ആർഗ്യുമെന്റ് കേട്ടിട്ടുണ്ടാവും. അത് ഞങ്ങൾക്ക് കൺവിൻസിങ് ആയിട്ട് അത് പറയാൻ സംസ്കൃതം കൊണ്ട് സാധിച്ചു. ഞാൻ പറഞ്ഞു തന്നെ ഞങ്ങൾ എടുക്കാൻ പോകുന്ന മെത്തേഡ് നിയമപരമായി നിൽക്കുമെന്നുള്ളത് നോക്കാം. നിയമപരമായിട്ട് നിൽക്കുന്നത് പാർലമെന്റിൽ അവതരിപ്പിച്ചാൽ അപ്പം പറയാൻ നിൽക്കുമോ, അതെല്ലാം നിൽക്കുമോ എന്നുള്ളത് നോക്കണം. ഇങ്ങനെ എന്തെങ്കിലും നിയമപരമായിട്ട് സാധിക്കുമെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ സമാന ചിന്താഗതികളുമായിട്ടുള്ള ഡയലോഗ് ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇന്ത്യൻ മുസ്ലിം ലീഗ് മറ്റുള്ളവരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പല സെമിനാറുകളും ഞങ്ങൾ രാജ്യവ്യാപകം നടത്തുന്നുണ്ട്. നാളെ ചെന്നൈയിൽ ബഹുമാനപ്പെട്ട ഖാദർമതി സാഹിബിൻ്റെ നേതൃത്വത്തിൽ ഒരുപാട് ബുദ്ധിജീവികളെയും എംപിമാരെയും ഒക്കെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വലിയ മീറ്റിങ്ങും അതുപോലുള്ള പ്രചാരണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഇപ്പോൾ ഈ ആരാധനാലയങ്ങൾ കവർന്നെടുക്കുന്ന ഒരു സംഭവം ഇപ്പോൾ നമ്മൾ ബാബരി മസ്ജിദ് തുടങ്ങി ക്യാൻവാപ്പിയൊക്കെ നടന്നത്. അപ്പോൾ ഇത് ഈ വഖഫ് ഭൂമി ഈ ഒരു നിയമം പ്രത്യക്ഷത്തിൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ഇത്തരം കടന്നുകയറ്റങ്ങൾ, മറ്റു മതസ്ഥരുടെ ആരാധനാലയങ്ങൾ കടന്നുകയറ്റങ്ങൾ വലിയ രീതിയിൽ വിമർശിക്കപ്പെടുന്നുണ്ട് അന്താരാഷ്ട്ര തലത്തിൽ. അപ്പൊ അത്തരത്തിൽ അതിനെ മറികടക്കാനാണോ ഇത്തരത്തിലൊരു നിയമം കൊണ്ടുവന്നത്? അതോടൊപ്പം തന്നെ വേറൊരു ചോദ്യം, ഇപ്പൊ നമുക്കറിയാം വഖഫുകൾ കുറയുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പോൾ ബഷീർ സാഹിബിന്റെ കാലഘട്ടത്തിൽ ഏക്കർ കണക്കിന് ഭൂമി നമ്മുടെ കാരണവന്മാർ വഖഫ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പൊ നിലവിൽ ഇവിടെ കേരളത്തിലാണെങ്കിലും അതുപോലെ മറ്റു സംസ്ഥാനങ്ങളിലാണെങ്കിലുള്ള വഖഫ് ഭൂമികൾ കണ്ടെത്തിക്കൊണ്ട് അത് വളരെ ക്രിയാത്മകമായിട്ട് നമ്മുടെ സമുദായത്തിന് ഉപയോഗിക്കാൻ വേണ്ടി ഈ ബില്ലിന്റെ തുടർ ചർച്ചകളിൽ ഒരു ശ്രമം ഉണ്ടാകുന്നു. അത് വളരെ ശരിയായ കാര്യമാണ്. ഈ ഓപ്റ്റിമൈ യൂട്ടിലൈസേഷൻ ഓഫ് പ്രോപ്പർട്ടി, അതിൻ്റെ ഇൻകം ജനറേഷൻ അത് ഉപയോഗിക്കാം, അത് കുട്ടികളുടെ വിദ്യാഭ്യാസപരമായിട്ട് സംഗതികൾക്ക് ഉപയോഗിക്കാം. അതൊക്കെ തന്നെ ഉപയോഗിക്കാവുന്ന കാര്യങ്ങളാണ്. വളരെ പ്രസക്തമായ ചിന്തയാണത്. ആ ചിന്ത ഉയർന്ന തലത്തിൽ ഉണ്ടാവേണ്ടതുമാണ്. കാരണം കെട്ടിപ്പിട്ടി വെച്ചത് കാര്യമില്ല. അത് ഓക്കോപ്പിൻ്റെ നിയമത്തിന് വിരുദ്ധമല്ലാത്ത വിധത്തിൽ നല്ല കാര്യത്തിന് വേണ്ടി, ഓക്കോപ്പിൻ്റെ തന്നെ സംരക്ഷണത്തിന് വേണ്ടി, അല്ലെങ്കിൽ സമുദായത്തിൻ്റെ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടി അത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് നല്ലൊരു ആശയമാണ്. നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ അഷ്റഫ് അലി സൂചിപ്പിച്ച കാര്യമാണ്. അതായത് വ്യാപകമായ ഒരു ഇമെയിൽ ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രസക്തി അതാണെന്ന് ചോദ്യം. മറ്റൊന്ന്, ഇപ്പൊ JPC-യുടെ മുന്നിലാണല്ലോ, അപ്പൊ അതിന്റെ ഒരു സാധുത, അതിന്റെ ഒരു പ്രൊസീജിയർ എങ്ങനെയാണ്? അത് ഇപ്പോൾ JPC ഈ വിഷയത്തിൽ എന്തെങ്കിലും തീരുമാനമെടുത്താൽ തന്നെ പാർലമെന്റിൽ അതിന്റെ ഒരു എഫക്ട് എന്തായിരിക്കും? ഒന്നുമില്ല. അതായത് JPC-ക്ക് റെക്കമെൻഡേറ്ററി പവറേ ഉള്ളൂ. അവര് അത് വെച്ചിട്ട് നമുക്ക് ഓരോരുത്തർക്ക് വാദിക്കാന്നല്ലാതെ JPC-ക്ക് റെക്കമെൻഡ് ചെയ്യാനുള്ള അധികാരമല്ലാതെ പാർലമെന്റ് കടക്കാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. സർ, മുഗൾ രാജാക്കന്മാരുടെ ഭരണകാലത്ത് അവർ കുറെ ഭൂമികൾ നോർത്ത് ഇന്ത്യയിൽ വഖഫ് ചെയ്തെന്ന് പറഞ്ഞു. അതിൽ ഉള്ള ഭൂമിയിൽ ഗവൺമെന്റ് ഓഫീസുകളിലായിട്ട് ചെയ്യുമ്പോൾ ഇതുവരെ അതിന് എതിരായിട്ട് വഖഫിന്റെ നിയമപ്രകാരം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇനിയും ഇതേപോലെ അത്തരം ഭൂമികൾ ഗവൺമെന്റിലേക്ക് പോകാനുള്ള സാധ്യത? അതാണ് പോകാൻ സാധ്യതയുണ്ടെന്നുള്ള ഏറ്റവും വലിയ കേസ് ഇത് തന്നെയാണ്. സർക്കാരിൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ള ഭൂമി അനധികൃതമായിട്ട് അവർ കൈകാര്യം ചെയ്തിട്ടുള്ള ഭൂമി അവർക്ക് വെള്ളപൂശി കൊടുക്കുകയാണ് ഈ നിയമം ചെയ്യുന്നത്. അതിൻ്റെ പരമായിട്ട് അവർ തീർച്ചയായിട്ടും വലിയ തോതിലുള്ള ഒരു പ്രത്യാഘാതം അതിൻ്റെ പരമായിട്ടുണ്ട്. സർ, JPC-യിൽ 5 അംഗങ്ങളുള്ള മുസ്ലിം ലീഗിന് JPC-യിൽ 5 അംഗങ്ങളുള്ള മുസ്ലിം ലീഗിന് പ്രാതിനിധ്യം ലഭിച്ചിട്ടില്ല. സത്യത്തിൽ ഇന്ത്യ മുന്നണിക്കകത്ത് ഇതിലൊരു ചർച്ചകളും കോർഡിനേഷൻ ഉണ്ടായിരുന്നു. മുസ്ലിം ലീഗിന് പ്രാതിനിധ്യം കൊടുക്കാൻ വേണ്ടി ഒരു സമവായ ചർച്ചകൾ നടന്നിട്ടുണ്ടോ? നമ്മുടെ ഇടയിൽ ചർച്ച ഉണ്ടായിട്ടില്ല. UDF-ന്റെ ഇന്ത്യ മുന്നണിയുടെ ഇടയിൽ ചർച്ച ഉണ്ടായിരുന്നില്ല. ഇതങ്ങനെ ഉണ്ടാകും. JPC വിടുന്നതിന് ശേഷം ഉച്ചയോടുകൂടിയാണ് ഇതിന് പേര് കൊടുക്കാൻ വേണ്ടി മറ്റുള്ളവർക്ക്, അവർ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അവർ പേര് കൊടുക്കാൻ പറഞ്ഞു വന്നത്. അതുകൊണ്ട് ഇന്ത്യ അലയൻസിൻ്റെ നേരിൽ ഒരു ചർച്ച അതിൻ്റെ മുമ്പ് നടന്നിട്ടില്ല. നമ്മൾ കൂടി ആലോചിക്കാൻ നമുക്ക് അവസരമുണ്ടായിട്ടില്ല. സർ,
വർഷങ്ങൾക്ക് മുമ്പ് ഡീലില്ലാതെ രേഖകളില്ലാതെ എത്രയോ ഭൂമികൾ വാക്കാൽ വാക്കുപിടിക്കുന്നുണ്ട്. അത് എങ്ങനെ ഇതിനെ ബാധിക്കും? രേഖകളൊന്നുമില്ല. അതവർ കുറിച്ചെടുക്കാം, സിമ്പിളായിട്ട് കുറിച്ചെടുക്കാം. അവർ പിൻകാല പ്രാബല്യത്തോടുകൂടി വാക്കാലുള്ള അതിൻ്റെ ഉടമസ്ഥയിൽ നിന്ന് ആ നിലയിൽ കാണുന്ന രേഖയില്ലാത്ത സംഗതി പിടിച്ചെടുക്കാൻ അവർക്ക് വഴി ഉണ്ടാക്കി കൊടുക്കുന്ന വിധത്തിലാണ് ഇതിൻ്റെ ഘടന. ഇതിൽ അവരുടെ ഉദ്ദേശത്തിൽ ഏറ്റവും ഒരു നീചമായ ഒരു വശം അത് തന്നെയാണ്. യെസ്. ബഹുമാനപ്പെട്ട MP അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി, ഈ ബില്ല് ഒരിക്കലും പാർലമെന്റ് കടക്കാൻ പോകുന്നില്ല. അത്രയും ശുദ്ധാർത്ഥി വിശ്വാസം MP ഉണ്ടാകാൻ കാരണം സംശയം ചോദിക്കുന്നതാണ്. മോദി സർക്കാരിനെ താങ്ങി നിർത്തുന്ന നിതീഷ് കുമാറിന്റെയും പിന്നെ ആന്ധ്രയിലെ നായിഡുവിന്റെയും പിന്നെ അവരുടെ സ്റ്റാൻഡ് ഈ കാര്യത്തിൽ എന്താണെന്ന് അറിയാൻ കൊള്ളാം. അത് ഒന്ന് ഞാൻ പറഞ്ഞത് തന്നെയാണ്. അതായത് അത്തരം ശക്തികൾ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഇപ്പോൾ അവരുടെ എന്താ പറയുക ആത്മാർത്ഥത എന്ന നിലയിലല്ല ഞാൻ പറയുന്നത്. അവരെ മാസ് ബേസ് ദലിത് മൈനോറിറ്റി വിഭാഗങ്ങൾ അതിനെ വിട്ട് കളിച്ചാൽ അവർക്ക് നിലനിൽപ്പുണ്ടാവില്ലെന്ന് അവർക്കറിയാം. ഇന്ത്യൻ രാഷ്ട്രീയം സമീപകാലത്ത് കാണിച്ച ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു. BJPയോട് ഒത്തുചേർന്ന് പ്രവർത്തിച്ച് നേരത്തെ പറഞ്ഞ ആളുകൾ ഇപ്പോഴത്തെ വന്നപ്പോഴും വലിയ തോതിലുള്ള പരാജയം അവർക്കുണ്ടായി. അപ്പം ആ പേടി സ്വാഭാവികമാണ്. ആ പേടി ഒരു കാരണം. രണ്ടാമത് ഇത് രാജ്യസഭ കിടക്കണം, പാർലമെന്റിൽ വോട്ട് ചെയ്ത് ലോക്സഭ കിടന്ന് പോകണം. ആ വിധത്തിലുള്ള മൃഗീയ ഭൂരിപക്ഷം അവർക്ക് സ്വന്തമായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചത്. അത് ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. അവർ എത്ര വിചാരിച്ചാലും യോജിച്ച് നിന്നാൽ തോൽപ്പിക്കാൻ സാധിക്കും തന്നെയാണ് എനിക്ക് തോന്നിച്ചത്. ഒരു Vajatova is asking why men are only asking the question. They highlighted Kerala, why the female are not asking the question. വഖഫ് ഇന്ത്യയിലുടനീളം ഏറ്റവും കൂടുതൽ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്, എൻറോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൽ അതിൻ്റെ ആഘാതം വളരെ കുറച്ച് താരതമ്യേന കുറവാണെന്ന് പറയാം. ഇവിടെയുള്ള ഭരണാധികാര മുസ്ലിം നേതൃത്വമൊക്കെ അതിനോട് നല്ല രീതിയിൽ അത് ഇടപെടലുണ്ടായതുകൊണ്ട്. പക്ഷേ മറിച്ച് തൊട്ടടുത്ത് കിടക്കുന്ന കർണാടകയിലെ സ്ഥിതി ഇന്ന് വിഭിന്നമാണ്. ശരിക്കും കണ്ണായ ഒരുപാട് സ്ഥലങ്ങൾ, വിൻസർ മാനർ 7 സ്റ്റാർ ഹോട്ടലിൽ കിടക്കുന്ന സ്ഥലം പോലും വഖഫ് സ്വത്താണെന്നാണ് പറയപ്പെടുന്നത്. അതിനെതിരായുള്ള കേസ് ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെ അന്യവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന ഇത്തരം വഖഫ് സ്വത്തുക്കൾ തിരിച്ചു പിടിക്കാനുള്ള ഒരു മിഷൻ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കേണ്ടതല്ലേ? കാരണം അവിടെയുള്ള കേസുകളൊക്കെ യഥാർത്ഥത്തിൽ പ്ലൈൻറ്റിഫ് തന്നെ അവരെ സ്വാധീനിച്ചിട്ട് അവരെ മാറ്റാനുള്ള വലിയ വൻ സ്രാവുകളാണ് അതിനെതിരായിട്ട് നടക്കുന്ന കക്ഷികളൊക്കെ. അതുകൊണ്ട് തന്നെ എത്ര സ്വത്തുക്കൾ, ഇത്തരം സ്ട്രാറ്റജിക്കലായിട്ടുള്ള പ്രൈസുകളിലുള്ള സ്വത്തുക്കൾ ഏതെല്ലാം, അതെല്ലാം ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് അത് തിരിച്ചു പിടിക്കാനുള്ള ഒരു വലിയ മിഷൻ യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ നടക്കേണ്ടതല്ലേ എന്നാണ് എൻ്റെ ചോദ്യം. അതെ, ഞാൻ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ഗവൺമെന്റ് ഉണ്ടായിരുന്ന സമയത്ത് കൊണ്ടുവന്ന ഭേദഗതി, ആ ഭേദഗതിയുടെ 2 പ്രധാന പ്രശ്നം ഒഴിപ്പിച്ചെടുക്കൽ പ്രക്രിയ എങ്ങനെ എളുപ്പമുള്ളതാക്കാമെന്നായിരുന്നു. അതുപോലെയുള്ള കാര്യങ്ങൾ ആ കാലഘട്ടത്തിൽ ചെയ്യാൻ നമുക്ക് സാധിച്ചു. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്നിപ്പോൾ അതിന് പരിമിതികളുണ്ടാവും. കാരണം വെച്ചാൽ മുസ്ലിം ലീഗ് ആസ് എ പൊളിറ്റിക്കൽ പാർട്ടി നമ്മൾ എടുക്കുമ്പോൾ അതിന് കിട്ടുന്ന അർത്ഥമാവില്ല. ഇതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്നുള്ള നിലയിൽ മറ്റാളുകൾ കോടതിയിൽ പോയാൽ അത് പറ്റുമോ എന്നുള്ള കാര്യം, അത് ഇപ്പോഴത്തെ ഘട്ടത്തിൽ പറ്റുമെന്നുള്ള കാര്യം നിയമപരമായിട്ട് കുറച്ചുകൂടി നോക്കേണ്ടതാണ്. ബില്ല് പാർലമെൻറ്റിൽ വെച്ച് കമ്മിറ്റി പോയ സാഹചര്യത്തിൽ അത് കഴിഞ്ഞിട്ട് വരട്ടെ എന്നുള്ള ഒരു സമീപനം അല്ലാതെ മറ്റൊരു ഇൻ്റർവെൻഷൻ ഇപ്പോൾ സാധ്യമാവുമോ എന്നുള്ള അറിയില്ല. ഉണ്ടോന്നുള്ളത് ശരിക്കും നോക്കാം, ഉണ്ടെങ്കിൽ അതിന് എഫർട്ട് നടത്താം. യെസ്, ആ പറഞ്ഞോളൂ. മുഖപ്രഭാഷണത്തിൽ പറഞ്ഞിരുന്നു ഇമെയിൽ ക്യാമ്പയിനും അതേപോലെ തന്നെ SQR ഇലിയാസിനെ പോലുള്ള ആൾക്കാരുടെ ക്യാമ്പയിനുകൾ ഒരു വിരോധമായ റിസൾട്ട് ഉണ്ടാക്കുന്നു എന്നുള്ളത്. അതെങ്ങനെയാണ് അങ്ങനെ പറയാൻ കഴിയുക? അതായത് ഒരു വിഭാഗം, ഒരു സമാന ആവശ്യങ്ങളുള്ള മൈനോറിറ്റിയിലുള്ള പല സംഘടനകൾ നടത്തുന്ന മറ്റ് സംഘടനകൾ നടത്തുന്ന സഹോദര സംഘടനകളെന്ന് വേണമെങ്കിൽ പറയാം, അവർ നടത്തുന്ന ഇത്തരം ശ്രമങ്ങളെ റദ്ദ് ചെയ്യുന്ന രീതിയിലുള്ള വാദങ്ങൾ വാദിക്കുന്നത് ശരിക്കും ആത്മഹത്യാപരമല്ല. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ മറ്റ് സംഘടനകളെ അല്ലെങ്കിൽ ലക്ഷ്യം പല ഈ ക്യാമ്പയിൻസ്
വിരോധമായ റിസൾട്ട് ഉണ്ടാക്കുന്നു എന്ന് പറയുന്നത് ഈ മരുന്നിട്ട് കൊടുക്കുന്നു, RSSന് മരുന്നിട്ട് കൊടുക്കുന്നു എന്നുള്ള വാദത്തിന് സമാനമായി പോയില്ലേ? അത് ശരിയായ വാദമാണെന്ന് അംഗീകരിക്കാൻ പറ്റില്ല. അതായത് ഇവിടെ അത് ഏത് കോൺടെസ്റ്റിലോ പറഞ്ഞു നോക്കണം. ഏത് കോൺടെസ്റ്റിലാണ് പറയുന്നത്? അതായത് ഈ നിയമത്തെ എതിർക്കുന്നത് തെറ്റാണ്, ഈ നിയമം ഗുണപ്രദമാണ് എന്നുള്ള നിലയിലുള്ള പ്രചരണങ്ങൾ, ആ പ്രചരണങ്ങൾ വ്യാപകമായി പ്രചരിപ്പിക്കാൻ വേണ്ടി ചില കേന്ദ്രങ്ങൾ ആസൂത്രിതമായിട്ടുള്ള സോഷ്യൽ മീഡിയയെ ഉപയോഗപ്പെടുത്തുന്നു എന്നതിൻ്റെ ഒരു സംഗതി ചൂണ്ടിക്കാണിച്ചത് ശരിയാണ്. കാരണം അവരങ്ങനെ ചെയ്യുമ്പോൾ അതിനെ പറ്റിയിട്ടുള്ള അതിൻ്റെ സത്യാവസ്ഥ ശരിയായിട്ട് ജനങ്ങൾ മുമ്പിൽ തുറന്നു കാണിക്കാൻ ബാധ്യസ്ഥമാണല്ലോ. അതങ്ങനെ വിമർശിക്കപ്പെടാതെ അല്ല അതിൻ്റെ അപകടങ്ങളെ പറ്റി പറയാതെ അതങ്ങനെ തുറന്നു കൊള്ളട്ടെ എന്ന് വിചാരിച്ച് മൗനം രക്ഷിക്കാൻ ഒക്കില്ലല്ലോ. ക്യാമ്പയിൻസ് നടത്തുമ്പോൾ ഒന്നും കൂടി ആൾക്കാർ അവെയർ ആവുകയല്ലേ ചെയ്യാം എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിന്. ഇപ്പം CAA-ക്കെതിരെയുള്ള ക്യാമ്പയിനിലൂടെയാണ് കുറെ ആൾക്കാർക്ക് എന്താണ് നിയമമെന്നും എന്താണ് അതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നതെന്ന് മനസ്സിലാവുന്നത്. അല്ല ക്യാമ്പയിൻ, അത് ക്യാമ്പയിന് അതിൻ്റെ പോസിറ്റീവ് സൈഡ് വെച്ചുകൊണ്ടുള്ള ക്യാമ്പയിൻ ആവശ്യമാണല്ലോ. അത് ഉണ്ടാവില്ലല്ലോ. നിങ്ങൾ അസത്യം പ്രചരിച്ചുകൊണ്ടിരിക്കുന്നതിന് സത്യത്തിന്റെ വെളിച്ചം കാണിക്കണ്ടേ? നമ്മള് ഈ പ്രചരണം നടത്തിയതിന്റെ കൗണ്ടർ അല്ലല്ലോ അത്. യഥാർത്ഥത്തിൽ നമുക്ക് നമ്മള് അങ്ങനെ മറ്റ് സംഘടനകൾ, അതായത് മൈനോറിറ്റിയിൽ വരുന്ന സംഘടനകൾ നടത്തുന്ന ക്യാമ്പയിനുകളെ അങ്ങനെ റദ്ദ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. ആര് പറഞ്ഞ അങ്ങനെ സത്യസന്ധമായ ക്യാമ്പയിൻ വേണമല്ലോ. അല്ല അങ്ങനെ നടത്തിയ പോലുള്ള ആൾക്കാർ നടത്തിയ ക്യാമ്പയിനിന് ഒപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ഉണ്ടാക്കുന്നു എന്നൊരു വായന വന്നിരുന്നു. അത് ശരിയല്ല. അത്ര മതി. അത് നിങ്ങളുടെ നിലപാട് എങ്ങനെയാണോ അറിയണമെന്നുണ്ടായിരുന്നു. നമ്മുടെ ഈ സെമിനാറിന്റെ ഈ ടോപ്പിക്കിന്റെ ഒരു ഇതെന്ന് വെച്ചാൽ ഹൗ സ്ട്രോങ് ആർ അവർ ഡിഫൻസ് എന്നാണ്. അപ്പോൾ അതിൽ നമ്മൾ സാധാരണ ഈ സംഘപരിവാർ സൈഡിൽ നിന്ന് കുറെ വാദങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ വാദം നമ്മുടെ ഒരു രാജ്യത്തിന്റെ പ്രോപ്പർട്ടി, അത് ലാൻഡ് ആണെങ്കിലും മറ്റേത് പ്രോപ്പർട്ടി ആണെങ്കിലും സ്ഥാവര വസ്തുക്കളെല്ലാം അന്തിമമായിട്ട് അത് സർക്കാരിന് നിക്ഷിപ്തമാണ് എന്നുള്ളൊരു വാദം. നമ്പർ 2, പിന്നെ ഈ വിഭജന കാലത്ത് ഈ ഇന്ത്യയിൽ നിന്നും മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോയി, പാകിസ്ഥാനിൽ നിന്ന് ഹിന്ദുക്കൾ ഇന്ത്യയിലേക്ക് പോകും. അപ്പം പാകിസ്ഥാനിലെ ഹിന്ദുക്കള് അവരുടെ സ്വത്ത് അവിടെ വിട്ടേച്ച് പോയി ഇങ്ങോട്ട് വന്ന സമയത്ത് ഇവിടുന്ന് പോയ മുസ്ലിങ്ങൾ അത് ഒക്യുപ്പൈ ചെയ്തു. അതേസമയം ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളുടെ പ്രോപ്പർട്ടി പിന്നെ അത് വഖഫ് സ്വത്തായിട്ട് നിലനിന്നു. അത് എത്രത്തോളം ലോജിക്കലി ജസ്റ്റിഫൈബിൾ ആകുന്ന ചോദ്യം. നമ്പർ 3, പിന്നെ ഈ ചില സ്ഥലങ്ങളിൽ ഈ ഇൻക്ലൂഡിങ് ഈ നമ്മുടെ ക്ഷേത്ര സ്വത്തുക്കളടക്കം വഖഫ് പ്രോപ്പർട്ടി ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇത്തരം 3 ന്യായങ്ങളാണ് അവർ പ്രധാനമായിട്ടും ഉന്നയിക്കുന്നത്. അപ്പൊ ഈ ന്യായങ്ങളെ നമുക്ക് എങ്ങനെ നമുക്ക് ഡിഫെൻഡ് ചെയ്യും എന്നുള്ളതാണ് ഭരണഘടനാപരമായിട്ടും ലോജിക്കലായിട്ടും. ഞാൻ പറഞ്ഞാൽ ഇവിടുന്ന് സ്വാതന്ത്ര്യത്തിന് ശേഷം പാകിസ്ഥാനിലേക്ക് പോയ ഇന്ത്യയിൽ പ്രത്യേകിച്ച് പോയ ഭൂമി സ്വത്ത്, ആ സ്വത്ത് സ്വത്തുക്കളായിട്ട് ട്രീറ്റ് ചെയ്യപ്പെട്ടു എന്നാണ് പറഞ്ഞത്. ശരിയല്ല. അതിന് വിളിക്കുന്നത് എനിമി പ്രോപ്പർട്ടി എന്നാണ്. അതിനെപ്പറ്റി വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ആ പേര് തന്നെ അങ്ങനെയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ബഹുസ്വത്തായി മാറി എന്നുള്ള സുഹൃത്തിൻ്റെ ആ ഒരു നിഗമനം തന്നെ ജസ്റ്റ് ഒരു പക്ഷേ ചർച്ചയ്ക്കായിരിക്കാം. അതെ അതെ. അല്ല അത് ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ ഭാഗമാണ്. പള്ളികളൊക്കെ തന്നെ നേരത്തെ ക്ഷേത്രങ്ങളായിരുന്നു എന്ന് പറയുന്ന പോലുള്ള ഒരു പ്രചരണമാണ്. ഓക്കെ ചോദിച്ചോളൂ. നിരന്തരമായി ഈ ഫാസിസ്റ്റ് ഭരണകൂടം ഈ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവന്നു വന്നിരിക്കുകയാണ്. നിങ്ങളെപ്പോലുള്ള പ്രത്യേകിച്ച് സാറിനെ പോലുള്ള അതുപോലെ തന്നെ KC വേണുഗോപാലിനെ പോലെയുള്ള പ്രതിപക്ഷ നിലയിലുള്ള പ്രഗത്ഭരായിട്ടുള്ളവരുടെ പ്രസംഗങ്ങളാണ് സത്യത്തിൽ സാധാരണ ജനങ്ങൾക്കിടയിലേക്ക് ഇതിന്റെ ഗൗരവം എത്തിച്ചത്. സ്വാഭാവികമായും നേരത്തെ
TP സഫലി പറഞ്ഞതുപോലെ ഇതിന്റെ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് ഇതിനെതിരായിട്ടുള്ള പ്രതികരണത്തിന്റെ പൊതുജനാഭിപ്രായം രേഖപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് അവസാന ലാപ്പിലാണ് സത്യത്തിൽ ഇതിന്റെ ഗൗരവം മനസ്സിലായിക്കൊണ്ട് പള്ളികളിലും മറ്റു രീതിയിലൊക്കെ ഇതിന്റെ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ക്യാമ്പയിൻ നടന്നിരുന്നത്. അവസാന നിമിഷങ്ങളിലാണ് നമ്മൾ അത് നടത്തിയത്. ഇതിന്റെ പ്രൊസീജിയർ എങ്ങനെയാണ്? നമ്മുടെ ഈ പൊതുജനാഭിപ്രായം രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഈ നമ്മളിതിനെ എതിർക്കുമ്പോൾ സ്വാഭാവികമായും ഈ ബില്ലിനെ ഏത് രീതിയിലാണ് നമുക്ക് ഇതിനെ ഇല്ലായ്മ ചെയ്യാൻ നമ്മുടെ പൊതുജനാഭിപ്രായം കൊണ്ട് സാധിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു പ്രൊസീജിയർ ഒന്ന് അറിഞ്ഞാൽ ഉപകാരം. അല്ല, JPC നമുക്ക് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാക്കുമെന്നുള്ള പ്രതീക്ഷയൊന്നും നമ്മളതിൽ വെച്ച് പുലർത്തുന്നില്ല. അതോടൊപ്പം തന്നെ ഈ നിയമത്തിൻ്റെ അപാകതകൾ, ഈ നിയമം എത്രത്തോളം ദ്രോഹകരമാണ്, രാജ്യത്ത് എന്തെല്ലാം അനർത്ഥം ഉണ്ടാക്കുന്ന സുഹൃത്തുക്കൾ ചോദിച്ച പോലെ മറ്റ് മതവിഭാഗങ്ങളിലടക്കം അത് പ്രശ്നം ഉണ്ടാക്കുന്ന, ഇന്ത്യയിലെ മതേതത്വവുമായിട്ട് ബന്ധപ്പെട്ട നല്ല ചില ചിഹ്നങ്ങൾ ഉണ്ടായിരുന്ന ഈ ബില്ല് പോലും ആ നിലയിൽ ഒരു വർഗീയവൽക്കരിക്കുന്ന സ്വഭാവത്തിലേക്ക് പോകുമ്പോൾ വളരെ പ്രത്യാഘാതം നടക്കുന്ന കാര്യമാണ്. അതിനെതിരായി ധാർമ്മികമായ എതിർപ്പ് തന്നെയുള്ള ശക്തമായ പ്രചരണങ്ങൾ ആവശ്യമാണ്. അത് ചെയ്യും, അത്രയേ ഉള്ളൂ. അതേസമയത്ത് JPCയുടെ മുമ്പിൽ ആൾക്ക് സ്വന്തമായിട്ട് അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് ധാരാളം ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒറ്റ ചോദ്യം കൂടി. നമ്മുടെ കേരളത്തിൽ നമ്മൾ ബോധന്മാരാണ് ലോകസഭയൊക്കെ. പക്ഷെ അടുത്ത കാലത്ത് ആ കൊറോണ സമയത്ത് നമ്മൾ ഇവിടെ ഒന്ന് കബളിപ്പിക്കപ്പെട്ടു. പിണറായി സർക്കാരിൻ്റെ 10 ഏക്കർ ഭൂമി കാസർഗോഡ് ഒക്കെ ഭൂമി കൊറോണ സമയത്ത് ടാറ്റയ്ക്ക് ഹോസ്പിറ്റൽ ഉണ്ടാക്കാൻ വേണ്ടി കൈമാറി. പകരം ഭൂമി തരാമെന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു എഗ്രിമെന്റിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനൊക്കെ പത്രങ്ങളൊക്കെ കണ്ടു. ആ ടാറ്റ ഹോസ്പിറ്റൽ ഒഴിവാക്കി അവിടെ കാര്യമായിട്ട് ബിൽഡിംഗ് കിടക്കുന്ന ഫോട്ടോ. അതോടൊപ്പം നമുക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട 10 ഏക്കർ ഭൂമി ലഭിച്ചിട്ടില്ല എന്നുള്ളതും അതോടുകൂടി ഈ ആക്ട് പാസ്സായാൽ അതും തിരിച്ചു കിട്ടാത്തൊരവസ്ഥ വരുമോ? അത് വീണ്ടെടുക്കാൻ നമുക്ക് എന്തെങ്കിലും ചെയ്തുകൂടെ എന്നാണ് ചോദ്യം. അത്തരം സംഗതിയിൽ ഇവർ ഡിസ്പ്യൂട്ട് ഉയർത്തുകയാണ്. ഇവരുടെ ടാറ്റിക്സ് അതാണ്. ഡിസ്പ്യൂട്ട് കാണിച്ചിട്ട് ഇത് ഫോക്കസത്താണോ അല്ലയോ എന്നുള്ള തർക്കം ഉണ്ടാക്കുക. ആ തർക്കം കലക്ടർ മുഖേന, ഗവൺമെൻറ് മുഖേന തീരുമാനിച്ചിട്ട് ആ തീരുമാനം നമുക്ക് ബൈൻഡിങ് ആയിട്ട് വരികയാണ്. അത്തരം കുറുക്കുവഴികളാണ് ഇവർ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രയോഗിക്കാൻ പോകുന്നത്. അതിനാണ് വഴിയൊരുക്കുന്ന വിധത്തിലാണ് നിയമങ്ങൾ വന്നിട്ടുള്ളത്.